ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ പറഞ്ഞതിന് പണ്ഡിതന്മാർ രണ്ട് തരമായി നിർവചിച്ചിട്ടുണ്ട്. അലാമത്തുൻ സുഗറ വ അലാമത്തുൻ കുബറ. ലോകാവസാനത്തിന് ചെറിയ അടയാളങ്ങളുമുണ്ട്, വലിയ അടയാളങ്ങളുമുണ്ട്. വലിയ അടയാളങ്ങൾ ധാരാളം ഇനി പ്രകടമാകാനിരിക്കുന്നു. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവ് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുണ്ടാവുക തന്നെ ചെയ്യും. അന്ന് ലോകത്ത് വലിയതാകുന്ന സാമ്പത്തിക ക്രൈസിസ് നിലനിൽക്കുന്ന സാഹചര്യമായിരിക്കും. ആരുടെ കയ്യിലും പൈസയില്ല, എല്ലാവരും സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കത്തിലായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരികയും ജനങ്ങളുടേതാകുന്ന സാമ്പത്തികമാകുന്ന പ്രയാസങ്ങൾ, ഞെരുക്കങ്ങളെല്ലാം തീർക്കുകയും ചെയ്യും. لا يعده المال يحث المال حسيا لا يعده عدا شفيعنا رسول الله صلى الله عليه وسلم. പൈസ വാരി വിതറുവെന്നാണ്, ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ജനങ്ങളെല്ലാവരും ഞെരുക്കത്തിലും പ്രയാസത്തിലുമായി നിലകൊള്ളുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ വരവുണ്ടാവുക. ഇമാം മഹദിക്ക് ശേഷം പിന്നീട് ദജ്ജാലിന്റെ രംഗപ്രവേശനം വരും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കടന്നുവരവുണ്ടാകും. ഈസാ നബി അലൈഹിസ്സലാം ബാബുലുദ്ദി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ദജ്ജാലിനെ വധിക്കും. ഇസ്ലാമികമായ ദഅവത്ത്, ആദരവായ പ്രവാചകന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഇവിടെ പ്രബോധനം നടത്തും. ശേഷം ഈസാ നബി അലൈഹിസ്സലാം വഫാത്താകും. അദ്ദേഹത്തിന്റെ ഖബറു ഷരീഫ് മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്താകും. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, വരാനിരിക്കുന്ന സംഗതികളാണ്. ഇതെല്ലാം വലിയ വലിയ അടയാളങ്ങളാണ്. യഅ്ജൂജ് മഅ്ജൂജിന്റെ രംഗപ്രവേശനം, ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന വലിയ അടയാളങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പരിശുദ്ധ പ്രവാചകൻ ചെറിയ അടയാളങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അലാമത്തുൻ സുഗറ, ലോകാവസാനത്തിന് ചെറിയ ചില അടയാളങ്ങളുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അശറാത്തി സാഅ അലാമത്തുൻ സുഗറ അൻ യുർഫഅൽ ഇൽമു ويظهر الجهل ويكثر الزنا ويكثر شرب الخمر. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്. ആദരവായ റസൂലുള്ള പറയുകയാണ്, യുർഫഉൽ ഇൽമു, അറിവ് ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുമേ സ്വഹാബ, അറിവ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കപ്പെടുമേ. വയദ്ഹറുൽ ജഹലു, വിവരക്കേട് അധികരിക്കുമേ, അറിവില്ലായ്മ കൂടുമേ, അത് ജനങ്ങൾക്കിടയിൽ പ്രകടമാകുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. വയക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കും സ്വഹാബ. വയക്സുറു ശുർബൽ ഖംരി, കള്ളുകുടിയും ലഹരിയും അധികരിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ധാരാളം അടയാളങ്ങളെ പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. അതിൽ എണ്ണിയിട്ടുള്ള ഒരു 4 കാര്യം, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുർഫഉൽ ഇൽമു, ലോകത്ത് നിന്ന് അറിവിനെ അല്ലാഹു ഇല്ലാതാക്കുമേ, അറിവുള്ളവർ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അറിവ് ഉയർത്തപ്പെടും. അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റസൂലുള്ള മറ്റൊരു ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.
ഒരു മനുഷ്യന്റെ അകത്തളത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളതാകുന്ന വിശുദ്ധമായ അറിവിനെ അവരിൽ നിന്ന് ഊരിക്കളയുകയാണോ? എന്താണ് ഈ അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യംതസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ حتى اتخذ الناس رؤوسا جهالا فسئلوا فأفتوا بغير علم فضلوا وأضلوا. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് ഓർമ്മപ്പെടുത്തിയതാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അറിവ്. ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമേ. അറിവ് ഇല്ലാതാക്കപ്പെടുന്നത് ഏത് നിരക്കെന്നറിയുമോ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അറിവുള്ളതാകുന്ന സമുന്നതരായ ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്ന് അറിവിനെ അല്ലാഹു നേരിട്ട് ഊരിയെടുക്കുകയല്ല, മറിച്ച് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അറിവ് ഇല്ലാതാക്കപ്പെടുന്നത് സമൂഹത്തിൽ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്നതിലൂടെയാണ്, അവരുടെ ആത്മാവിനെ പിടിക്കലിലൂടെയാണ്. ആലിമീങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്നതിലൂടെ അറിവുള്ളതാകുന്ന മഹത്തുക്കളുടെ ഖാദിമാരുടെ മുദർരിസന്മാരുടെ ഇമാമിയങ്ങളുടെ ഇമ്മത്തുകളുടെ അറിവിനെ പിടിക്കപ്പെടുന്നത് അവരുടെ റൂഹിനെ പിടിക്കുന്നതിലൂടെയാണ്. അവരുടെ മരണത്തോടുകൂടിയാണ് അറിവ് ഉയർത്തപ്പെടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ അങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുക. അങ്ങനെ ആലിമീങ്ങളെ ഉയർത്തപ്പെടുകയാണ്. ആലിമീങ്ങളെ ഉയർത്തുന്നു, അവരുടെ റൂഹിനെ കൊണ്ടുപോകുന്നു, അവരെ മരിപ്പിക്കുന്നു. എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് മുമ്പ് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലേ? എത്രയോ നല്ല സമുന്നതരായ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാർക്കുള്ളതാകുന്ന അറിവ് ശേഷമൊഴുന്നതാകുന്ന പണ്ഡിതന്മാർ ഇക്കാലഘട്ടത്തിലുള്ളവർക്കില്ല. ഇക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ അറിവ് ഇനി വരാനിരിക്കുന്നവർക്കും ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് കാലഘട്ടത്തിനനുസൃതമായി അറിവ് ഇല്ലാതാകും, വലിയ വലിയ ആലിമീങ്ങളെ വഫാത്താക്കുന്നതിലൂടെ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക. എന്നിട്ടോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. അറിവില്ലാത്ത വിവരമില്ലാത്ത വിവരദോഷികളെ ജനങ്ങൾ തലയിലേറ്റി നടക്കുമത്രേ. അവർക്ക് വലിയ അറിവുണ്ടെന്നുള്ള ധാരണയിൽ വ്യാജസിദ്ധന്മാരെ ജനങ്ങൾ കൊണ്ട് നടക്കുമേ. ഫസുഇലൂ, അവരോട് മസ്അലകൾ ജനങ്ങൾ ചോദിക്കുകയാണ്. ഫളല്ലൂ വഅളല്ലൂ, അവർ ഫത്വ നൽകുകയാണ്, ജനങ്ങൾക്ക് മറുപടി നൽകുകയാണ്. അതിലൂടെ ജനങ്ങളെ പിഴപ്പിക്കുകയാണ്, അവരും സ്വയം പിഴയ്ക്കുകയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അറിവില്ലാത്ത ആളുകളെ സമൂഹം തലയിലേറ്റ് നടക്കും, അവരോട് മസ്അല ചോദിക്കും. അവർ കൊടുക്കുന്ന മസ്അല അനുസരിച്ച് ജനങ്ങൾ അമൽ ചെയ്യും, ജനങ്ങൾ പിഴച്ചു പോകാൻ കാരണമാകും. ഫത്വ പറഞ്ഞതാകുന്ന വ്യക്തിയും പിഴയ്ക്കുന്നു, മറുപടി കൊടുക്കപ്പെട്ടവർ അതനുസരിച്ച് അമൽ ചെയ്തവരെ പിഴച്ചു പോകുന്നു. ഇത് നടക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സമകാലിക സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറയുന്ന ദേശത്തേക്ക് എറണാകുളത്തുള്ളതാകുന്ന പെരുമ്പാവൂരുള്ള ഒരു സഹോദരൻ നേരെ ചെല്ലുന്നു. ആ സഹോദരൻ അവിടെയുള്ള ഭഗൽ സിംഗും ലൈല ദമ്പതികൾക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവണമെങ്കിൽ 2 സ്ത്രീകളെ നിങ്ങൾ ബലി കഴിക്കണം, നരബലി നടത്തണം. ഫത്വ കൊടുക്കുക, നല്ല ഫത്വ.
എന്നിട്ടെന്തായി? റോഷിലി അതുപോലെ തന്നെ പത്മ എന്ന് പേരുള്ളതാകുന്ന 2 സഹോദരിമാരെ കൊണ്ടുവന്ന് മൃഗീയമായ നിലയിൽ അവരെ കൊന്നു കളയുന്നു. അവരുടെ കഴുത്ത് മുറിക്കുന്നു, അവരുടെ മാറിടം മുറിക്കുന്നു, അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, പല അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ഒക്കെ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് കറി വെച്ച് തിന്നുന്നു. അവരുടേതാകുന്ന മാറിടവും അവരുടേതാകുന്ന കഴുത്തിടവും ഒക്കെ മുറിച്ചിട്ട് അതിങ്ങനെ നെഞ്ചിലൂടെ രക്തം വാർന്നൊഴുകി യോനിയിലൂടെ ഒഴിക്കുന്നതാകുന്ന രക്തം പാത്രത്തിലാക്കിയിട്ട് അതുകൊണ്ട് ദിവസങ്ങളോളം പൂജാകർമ്മങ്ങൾ നടത്തുന്നു. എന്തിനു വേണ്ടി? ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി. എവിടെയാണ് ലോകമെത്തി നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ, ഈ പുണ്യമാക്കപ്പെട്ട വസന്തത്തിൻ്റെതാകുന്ന മാസത്തിൽ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മതവിജ്ഞാന വേദിയിൽ വെച്ചുകൊണ്ട് കോതമംഗലം താലൂക്കിലുള്ളതാകുന്ന പ്രിയപ്പെട്ട നെല്ലിക്കുഴി പഞ്ചായത്തിലുള്ളതാകുന്ന കുരുമ്പിനാമ്പാറയിലുള്ള സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സഹോദരിമാർ അറിഞ്ഞു വെക്കണം. 1400 വർഷം മുമ്പ് മുത്തുനബി ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വരുമ്പോഴുണ്ടായിരുന്ന 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടാളന്മാരാകുന്ന ഡാർക്ക് ഏജ് എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതായ ഏറ്റവും മോശപ്പെട്ടതാകുന്ന നികൃഷ്ടമാക്കപ്പെട്ട ആ കാലഘട്ടത്തിലേക്ക് ഈ സമൂഹം തിരിച്ചു പോവാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ കാലഘട്ടമല്ല, അതിനും അപ്പുറം മോശമായ ചില പ്രവർത്തനങ്ങളിലാണ് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നത്. സത്യത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കാൻ പാടില്ല, തുടങ്ങിക്കൊണ്ടേയിരിക്കണം, ഒരിക്കലും നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങൾ വീണ്ടും അറിവില്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വ്യാജ സിദ്ധന്മാരാണ്. സമൂഹത്തിൽ വലിയ അറിവുള്ളവരായി ചമയുകയാണ് ചിലർ. അവർ പറഞ്ഞു കൊടുക്കുന്നതാകുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു വിലയുമില്ലാതെ, ഒരു ദാക്ഷിണ്യമില്ലാതെ 2 സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ടുവന്ന് കുരുതി കൊടുക്കുന്നു, നരബലി നടത്തുന്നു. എവിടെയാണ് നടക്കുന്നത്? ലോകത്ത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നടക്കുന്നതിനെ കുറിച്ചല്ല. അമേരിക്കയിലും ചൈനയിലും ഒക്കെ ഇത്തരത്തിലുള്ള കുരുതികൾ ഇന്ന് നടക്കുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ചരിത്രം നിങ്ങൾ പരിധി നോക്കി. അവിടുത്തെ കഥയല്ല നമ്മൾ ഈ പറയുന്നത്. ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലകൾ നടക്കുന്ന സംഭവങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാം. എന്താണ് നമ്മുടെ അവസ്ഥ? ഇന്നും ചാനലുകളിൽ നിലയ്ക്കാത്ത രാത്രികളുടെ ചർച്ചകൾ അത് തന്നെയാണ്. കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം ചർച്ച ചെയ്താലും തീരൂല. അത്ര വലിയ കിരാതമാകുന്ന വാഴ്ചയാണ് നടന്നിട്ടുള്ളത്. നായയെ കൊണ്ടുവന്ന് മണപ്പിക്കുന്നു. എവരെയൊക്കെയാണ് ഇവരുടെ ശരീരത്തിൻ്റെതാകുന്ന അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ളത്? 19 പ്രാവശ്യമായി ശരീരത്തിന്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മഴുമുഖേനെ, കോടാലി മുഖേന വെട്ടി നുറുക്കി കഷ്ണമാക്കി അതിൽ നിന്ന് നല്ല പീസുകളും ആന്തരിക അവയവങ്ങളും ഒക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ദിവസങ്ങളോളം അത് വേവിച്ച് തിന്നാൻ. ഒരു വർഗത്തിൽപ്പെട്ടതാകുന്ന ജീവിയും മറ്റൊരു അവന്റെ വർഗത്തിൽപ്പെട്ടത് ഇത്തരത്തിൽ ചെയ്യുകയില്ല. മനുഷ്യനല്ലാതെ മനുഷ്യൻ എത്ര മോശമായ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. അവന്റെ വർഗത്തിൽപ്പെട്ട തന്നെ സാധനത്തെ കഴിക്കാൻ അള്ളാഹു മളക്കാക്കട്ടെ. വിവച്ചില്ല. എന്തിനു വേണ്ടി? സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, യുർഫഉൽ ഇൽമു, അറിവ് ജനങ്ങളിൽ നിന്ന് ഉയർത്തുകയാണ്. അവസാന കാലഘട്ടമാകുമ്പോ അറിവില്ലാത്തവർ ലോകത്ത് വരുമേ. വയദ്ഹറുൽ ജഹ്ലു, വിവരക്കേട് അധികരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹത്താ ഇത്തഖവന്നാസു റൂസൻ ജുഹാല, നല്ല നല്ല ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, സാദാത്യങ്ങൾ ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുകയാണ്. അവരുടെ ആത്മാവിനെ പിടിക്കപ്പെടലൂടെ നല്ല നല്ല അറിവുകൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുകയാണ്. പിന്നീട് മോശപ്പെട്ടതാകുന്ന വ്യാജ സിദ്ധന്മാര് ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എന്തും ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരാവുകയാണ്. വിവരമില്ലാത്ത കൗമായി ലോകം മാറിപ്പെടുകയാണ്, മാറ്റപ്പെടുകയാണ്. ആദരവായ പ്രവാചകൻ പറയുന്നു, ഫസുഇലു, അവരോട് ജനങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണം, ഞങ്ങൾക്ക് നല്ല ഒരു വാഹനം വേണം, നല്ല ഒരു വീട് വേണം, നല്ല കുടുംബ പശ്ചാത്തലം വേണം, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ വിവരക്കേടാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ആളുകളെ കൊല ചെയ്യലേ വഴിയുള്ളൂ. ആദ്യത്തെ സ്ത്രീയെ
കൊഴുന്നു കുഴിച്ചു മൂടിയിട്ട് പോലും ഞങ്ങൾക്ക് ഐശ്വര്യമില്ല എന്ന് കുടുംബക്കാർ പരാതിപ്പെട്ടപ്പോൾ പകൽ സിംഗും ലൈലയും ദമ്പതിമാർ മാറി മാറി പറഞ്ഞപ്പോൾ ഒരാളെ കൂടി കുരുതി കൊടുക്കൽ നിർബന്ധമാണ്, കുടുംബത്തിന്റെ ശാപമാണ് നിങ്ങൾക്ക് ഐശ്വര്യം നൽകാത്തതെന്ന് വീണ്ടും സിദ്ധൻ പറയുകയാണ്. ഈ വാക്ക് കേട്ടുകൊണ്ട് വീണ്ടും അവർ കിരാതമാകുന്ന മോശമാകുന്ന പ്രവണതയ്ക്ക് തുനിയുകയാണ്. നഊദു ബില്ലാഹ് അവരും പിഴച്ചു പോകുന്നു. സഹാബ അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ് ഈ മോശമായ പ്രവണതയിലൂടെയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് ആദരവായ പ്രവാചകനെ പറഞ്ഞതാകുന്ന വാക്കുകൾ ഇന്ന് നേർക്ക് നേരെ പുലർന്നില്ലയോ സഹോദരങ്ങളെ? ആ പ്രവാചകന്റെ പ്രവചനങ്ങൾ ഇന്ന് നേർക്ക് നേരെ നാം പുലർന്നതായി കാണുകയല്ലയോ? തീർന്നില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയക്സുറു സിനാ വയക്സുറു ശുറുബുൽ ഖംരി. വ്യഭിചാരം അധികരിക്കുമോ സഹാബ? വ്യഭിചാരം അധികരിക്കുമോ സഹാബ? ഈ ലോകത്ത് വല്ലാതെ കൂടുമേ. ലോകാവസാനത്തിന്റെ അടയാളമായി ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അധികരിച്ചില്ലേ? ഷാഫി എന്ന് പറയുന്ന ഈ സഹോദരൻ പരസ്യമായി ലൈല എന്ന് പറയുന്നതാകുന്ന പകൽ സിംഗിന്റെ ഭാര്യ അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വിചരിച്ചു എന്നാണ്. എന്തിനാത്? സാമ്പത്തിക അഭിവൃദ്ധിക്ക്. ആലോചിച്ചോക്ക് ലോകത്തിന്റെ അവസ്ഥ എന്താണ് മനുഷ്യരുടെ ബോധം? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന് പങ്കിടാൻ കൊടുക്കാൻ എന്തിന്? സാമ്പത്തിക അഭിവൃദ്ധി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത് ചിന്തിക്കണം. വയക്സുറു സിന, പ്രവാചകൻ പറഞ്ഞത് നേർക്ക് നേരെ പുലർന്നു കാണുക. വ്യഭിചാരം അധികരിക്കുന്നു. എത്രത്തോളം? സ്വന്തം ഭാര്യയെ പരസ്യമായി സ്വന്തം മുന്നിൽ വെച്ചുകൊണ്ട് മറ്റൊരുത്തിന് പങ്കുവെക്കാൻ കൊടുക്കുന്ന കാലഘട്ടം. സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുക, കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരിക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇജ്തനിബൂ അസ്സബഅൽ മൂബിഖാത്. ആദരവായ പ്രവാചകന് പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ വൻപാപങ്ങളെ ശ്രദ്ധിക്കണേ സ്വഹാബ, 7 വൻപാപങ്ങളെ ശ്രദ്ധിക്കണേ സ്വഹാബ. ഇജ്തനിബൂ അസ്സബഅൽ മൂബിഖാത്, എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്നതായ 7 വൻപാപങ്ങൾ നിങ്ങൾ വെടിയണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്തുടനെ ആദരവായ പ്രവാചകരോട് ചോദിക്കുകയാണ്, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതൊക്കെയാണ് റസൂലേ, ഏതൊക്കെയാണ് ഹബീബേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ആദരവായ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അശ്റുകു ബില്ലാഹ്, അശ്റുകു ബില്ലാഹ്. ആദ്യമായി പ്രവാചകനെ പഠിപ്പിച്ചതായ പാകം, ഏറ്റവും വലിയ പാതകമായി മുത്തുനബി പറഞ്ഞത് അള്ളാഹുവിനോട് പങ്കു ചേർത്തുള്ള ആരാധനയാണ്. ആരാധന അള്ളാഹുവിനോടല്ലാതെ വേറൊരാളോടും പാടില്ല. ആദരവും ബഹുമാനവും ആവാം, ആരാധന വളരെ ശ്രദ്ധിക്കണം. സിനിമാ നടന്മാരുടെയൊക്കെ ഫാൻസ് അസോസിയേഷനുകളിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ പ്രത്യേകം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഫാൻസ് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ഞാൻ അവരുടെ ആരാധകനാണ്. ആ വാക്ക് തന്നെ പറയാൻ പാടില്ല. ഒരുപക്ഷെ നീ ആ അർത്ഥത്തിലല്ല ചിന്തിക്കുന്നതെങ്കിൽ പോലും ഗൗരവം ഏറിയ വാക്കാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശിർക്കിന്റെ ഒരു ലാഞ്ചന വന്നാ മതി, ആരാധനയുടെ ഒരു ലാഞ്ചന വന്നാ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കുഫ്രിയത്തിലേക്ക് എടുത്തിടും. നിനക്ക് നരകമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഖുർആനാണത്. അതുകൊണ്ട് ഒരൽപ്പം വന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയും.
ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ഒഴികെ ബാക്കിയുള്ളതിനെ അല്ലാഹു പൊറുക്കുന്നവനാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുതേ. ആരാധന അല്ലാഹുവിനോടല്ലാതെ ലോകത്തൊരു സൃഷ്ടിയോടും പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുകയാണ്. മദീനയിലാണ് സംഭവം. മുത്തുനബി വഫാത്തായി. സ്വഹാബത്ത് വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ്. മുത്തുനബിയോടുള്ളതാകുന്ന സ്നേഹത്തിൽ, ആ പ്രവാചകനോടുള്ള അനുരാഗത്തിൽ നിന്നതായ സ്വഹാബത്തിന് താങ്ങാൻ സാധിച്ചില്ല. വല്ലാത്ത വിഷമം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വഫാത്തായിരിക്കുന്നത്. താങ്ങുന്നില്ല, മനസ്സിനൊരിക്കലും താങ്ങുന്നില്ല. വല്ലാത്തൊരു വിഷമം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരെങ്കിലും മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ വെട്ടുമത്രേ. അത്രയേറെ ദേഷ്യം എന്ന് പറഞ്ഞാൽ നബി വഫാത്തായി എന്നങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മനസ്സിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ ഉറ്റവരുടേവരും ഏറ്റവും അടുത്ത ആളുകൾ വഫാത്തായി കഴിയുമ്പോൾ വളരെ പ്രയാസമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രീതിയിൽ വർത്തമാനം പറഞ്ഞു. സ്വഹാബത്ത് പല രീതിയിലായി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് പല രീതിയിലും പല പാപത്തിലുമായി മാറിയത്രേ. ഒരു അനുയായി ആദരവായ പ്രവാചകന്റെ മരണവാർത്ത കേൾക്കുന്നത് തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ മകൻ വന്നുകൊണ്ട് പറയുകയാണ്, തുവഫിയ റസൂലുള്ളാഹ്, തുവഫിയ ഹബീബുള്ളാഹ്. വാപ്പാ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകർ വഫാത്തായിട്ടുണ്ട്. ഉപ്പാ ഇത് പറയേണ്ട താമസം ആ മനുഷ്യൻ ഉടനെ രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ്. ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അമിനി, അല്ലാഹുമ്മ അമിനി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നലെ വരെ കണ്ടതാകുന്ന കണ്ണാണ് അല്ലാഹുവേ. ഇനി ലോകത്തൊരു സൃഷ്ടിയെയും ഈ കണ്ണുകൊണ്ട് എനിക്ക് നീ കാണണ്ട അല്ലാ. എന്റെ കാഴ്ചയെടുത്ത് കളയണേ അല്ലാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അമിനി, അല്ലാഹുവേ എനിക്ക് നീ അന്ധത സമ്മാനിക്കണേ അല്ലാ. കാഴ്ച തരണമെന്നല്ല പറയുന്നത്, കാഴ്ച എടുത്തു കളയണേ അല്ലാ. ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതായ ഈ കണ്ണിന് ശേഷം ഇനി മോശമാകുന്ന ഒരു കാഴ്ച എനിക്ക് കാണേണ്ട റബ്ബേ. ആ പ്രവാചകരില്ലാത്ത മദീനയിൽ എനിക്ക് കാഴ്ചയില്ലാതെ നടന്നാൽ മതി അല്ലാ. ഹബീബായ നബി തങ്ങളുടെ ജനാസ ആ പ്രവാചകർ വഫാത്തായി കിടക്കുന്നത് കാണാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഹബീബായ നബി തങ്ങളെ ജീവനോടുകൂടി കണ്ടതാകുന്ന കണ്ണാണ്. ഇനി ആ പ്രവാചകരുടെ വഫാത്ത് കാണാൻ എനിക്ക് പറ്റൂല. ആ പ്രവാചകരില്ലാത്ത ലോകം ഞാൻ ഇനി കാഴ്ചയില്ലാതെ ജീവിച്ചു കൊള്ളാം അല്ലാ. അല്ലാഹുമ്മ അമിനി. തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന തൂമ്പ താഴെ വെച്ചുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്ത് തീരണ്ട താമസം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾക്കും പരിപൂർണമായി അന്ധത നൽകുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? ചോദിച്ചു വാങ്ങുകയാണ് സ്വഹാബത്ത്. അല്ലാഹുവേ, റസൂലുള്ളാഹി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്കിനി കാഴ്ച വേണ്ട അല്ലാ, എനിക്കിനി കാഴ്ച വേണ്ട അല്ലാ. എത്ര വലിയ പ്രേമമാണ് ഈ പറയുന്നത്, എന്തൊരു അനുരാഗമാണ് ഈ പറയുന്നത്.
കാഴ്ച എടുത്തുപോയി. കാഴ്ചയില്ലാതെയാണ് പിന്നീട് അദ്ദേഹം മരണം വരെ, വഫാത്ത് വരെ ജീവിച്ചത്. ചരിത്രമാണിത്. മനസ്സിലാക്കണം നമ്മൾ. നബിയോടുള്ള സ്നേഹം, നബിയോടുള്ള മഹബത്ത്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ വെട്ടും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തിൽ നിൽക്കാൻ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുകയാണ്. യാത്രയിലായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകന്റെ സന്തത സഹചാരിയാണ്. എപ്പോഴും പ്രവാചകന്റെ ചാരത്തുള്ള വ്യക്തിയാണ്. ആ പ്രവാചകനെ പറഞ്ഞയച്ച ആവശ്യത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നതായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കേൾക്കുന്നത് തുവഫിയ റസൂലുള്ളാഹ്. കരഞ്ഞതായ കണ്ണീരുമായി ബഹുമാനപ്പെട്ടവർ കടന്നു വരുകയാണ്. ആദരവായ പ്രവാചകനെ കാണുകയാണ്. ആ പ്രവാചകനെ ചുംബിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാല് മറിഞ്ഞിട്ട് നിലകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ടവർ ഉറക്കെ പറയുകയാണ്, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, തീർച്ചയായും മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്വബോധം വീണ് കിട്ടിയത്, ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നുള്ളതാകുന്ന വർത്തമാനം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കാൻ. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നവരുണ്ട് എങ്കിൽ ഫൈന മുഹമ്മദൻ ഖദ് മാത, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ മരിച്ചിരിക്കുന്നു കേട്ടോ. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഹാല് മാറിയത്, ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. നമുക്കും സംഭവിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ആള് മരണപ്പെടുമ്പോഴുള്ള ഒരവസ്ഥയാണ്. അവർ മരണപ്പെട്ടു എന്ന് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവസ്ഥ. അല്ലാഹു മുത്തുനബിയുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അടുത്ത പൊരുത്തം അല്ലാഹു നമുക്കും ഈ സദസ്സിൽ വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും അല്ലാഹു നസീബാക്കട്ടെ. റെഡിയായി നിൽക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാ സദഖകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയും. ആമീന് പുറകോട്ടാണല്ലോ. നേരത്തെ തങ്ങള് പറഞ്ഞ പോലെ ആമീൻ പറഞ്ഞു പറയിപ്പിക്കേണ്ട അവസ്ഥ. പറഞ്ഞേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നൽകുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാ. പാരത്രിക ലോകത്തെ ഈ സദഖയിലൂടെ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. നല്ല ചെറുപ്പക്കാരാണ് അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആഫിയത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഇവർക്കൊരു വലിയ ഉദ്ദേശമുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതും ഇന്നലകളിൽ സദസ്സുകൾ വന്നവർക്കൊക്കെ ഓർമ്മയുള്ളതുമാണ്. നല്ല മനോഹരമായ ഒരു മദ്രസ, അതിന്റെ പുനരുദ്ധാരണമാണ് ലക്ഷ്യം. 150ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയാണ് നമ്മുടെ മദ്രസ. വളരെ പഴക്കം ചെന്ന മദ്രസയാണ്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു പണിയൽ നിർബന്ധം. ഇപ്പൊ തൊട്ടടുത്തുള്ളതാകുന്ന കടമുറികൾ വാടകയ്ക്കെടുത്തിട്ടാണ് തൽക്കാലം മദ്രസകൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു മദ്രസ പണിയൽ അനിവാര്യമാണ്. മദ്രസ ഉള്ളത് ക്ഷയിച്ചു എന്ന് മാത്രമല്ല, തൊട്ടടുത്തുള്ള ഒരു കടമുറി വാടകയ്ക്കെടുത്തിട്ടാണ് മദ്രസ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അകമഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നൽകുന്ന സദഖകളെല്ലാം ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാഹ്. നീ സദഖയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ മനസ്സിൽ നിയത്തിയ ഞാൻ ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് തരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരിമാരും ഒക്കെ നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നിലകൊള്ളുന്ന അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. കൊടുത്തു വീട്ടുന്നത് ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന ജാരിയായ എന്നെന്നും നിലനിൽക്കുന്ന സദഖയായി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്തുകൊണ്ട് ബക്കറ്റ് വരുന്നുണ്ടെന്ന് എല്ലാവരും കാര്യക്ഷമമാക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7 വൻ പാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. 7 പരിശുദ്ധ പ്രവാചകൻ ഹദീസിലും ഈ ഒരൊറ്റ ഹദീസിലും വിവിധങ്ങളാകുന്ന ഹദീസിലൂടെ പല കാര്യങ്ങളും പ്രവാചകൻ എടുത്ത് ചൂണ്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥമുണ്ട് അസ്സവാജിർ. പാപങ്ങളെ പറ്റി പ്രത്യേകമായി എടുത്തു പറയുന്ന വൻ പാപങ്ങളടക്കമുള്ളതാകുന്ന തെറ്റുകുറ്റങ്ങളെ എടുത്ത് ചൂണ്ടിപ്പറയുന്നുണ്ട്. 130ഓളം വലിയ പാപങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ആ കിതാബിൽ എണ്ണുന്നതായി കാണാം. അപ്പൊ 7 ചുരുക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അതിൽ കൂടുതൽ ധാരാളം മറ്റു ചില പാപങ്ങളും ഉണ്ട് എന്നർത്ഥം. അള്ളാഹു നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിൽ പെട്ടെന്നാണ് അശ്ശിർക്കു ബില്ലാഹ്. അല്ലാഹു അല്ലാത്തവരോടുള്ളതാകുന്ന ആരാധന ഒരിക്കലും പാടില്ല. ഒരാളെയും ആരാധിക്കാൻ പാടില്ല. അത് തന്നെയാണല്ലോ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും അനുഷ്ഠാനവും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ക് വെക്കുന്നു, പ്രേമിക്കുന്നു, അനുരാഗം വെച്ച് പുലർത്തുന്നു. ആ പ്രവാചകനെ അള്ളാഹുവിന്റെ അടിമയായി ദാസനായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ആ പ്രവാചകർക്ക് ധാരാളം മഹത്വങ്ങൾ ഉണ്ടെന്നും നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മുത്തുനബിയെ നമ്മൾ ആരാധിക്കുന്നില്ല, നല്ല ആദരവും ബഹുമാനവും വെച്ച് പുലർത്തുന്നു. ആ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് കർമ്മം നമ്മൾ നടത്തുന്നു. പരിശുദ്ധ പ്രവാചകന്റെ മേൽ പ്രകീർത്തന സദസ്സുകൾ നാം സംഘടിപ്പിക്കുന്നു. സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നു. ഖുർആൻ ഓതി ഖത്മ് ചെയ്യുന്നു. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നടത്തുന്നു. ഭക്ഷണപ്പൊതികൾ പ്രവാചകന്റെ പേരിൽ വിതരണം ചെയ്ത് ആ പ്രവാചകന്റെ പൊരുത്തം നമ്മൾ കാംക്ഷിക്കുന്നു. ഇതൊക്കെ അവിടുത്തോടുള്ള ആദരവും ബഹുമാനവുമായിട്ടാണ്. മുത്തുനബി മാത്രമല്ല, ലോകത്ത് ഏറ്റവും ഉന്നതരാകുന്ന ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിത്വമാണല്ലോ പ്രവാചകൻ. അതുകൊണ്ടാണ് പ്രവാചകനെ പറഞ്ഞത്, ലോകത്തെ ഏത് വ്യക്തിയായിരുന്നാലും ഒരാളെയും അല്ലാഹു അല്ലാത്ത മറ്റൊരു മഖ്ലൂഖിനെയും ആരാധിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണേ. ആ ആരാധന വലിയ വിപത്തായി മാറും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രണ്ടാമതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മരണമാണ്, അഭിചാരമാണ്. കൂടോത്രം ചെയ്യൽ അത് പരിശുദ്ധമായ ദീനിനെ വിലക്കിയതായ വസ്തുതയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആഭിചാരക്രിയ ചെയ്യൽ പാടില്ല സ്വഹാബ, അത് വൻ പാപമാണ്, വൻ പാപമാണ്. വൻ പാപത്തെ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എണ്ണിയതാണ്. ഒന്ന്, അല്ലാഹുവിൽ പങ്കുചേർക്കുക. രണ്ടാമത്തത് വസ്സിഹർ, മാരണം ചെയ്യുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഇന്ന് സമൂഹത്തിൽ അത് കൂടി വരികയല്ലേ? അതല്ലേ ഇലന്തൂര് നടന്നതും, അതല്ലേ സമൂഹത്തിൽ നിന്ന് പല ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ തന്നെ മറ്റൊരു കേസ് ഇപ്പോൾ ചാനലുകൾ ചർച്ചയാണ്. ശോഭന എന്ന പേരുള്ളതാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വരുന്നതാകുന്ന കുട്ടികളുടേതാകുന്ന വസ്ത്രം അഴിപ്പിച്ച് തുണിയില്ലാതെ നിർത്തിയിട്ട് അവരുടേതാകുന്ന ശരീരത്തിൽ വടികൊണ്ട് ചൂരലുകൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും പിശാചിനെ പുറത്തെടുക്കാനുള്ളതാകുന്ന പണികൾ എടുപ്പിക്കുന്നതാകുന്ന മോശപ്പെട്ട പ്രവണത ഇത് സമൂഹത്തിൽ നിന്ന് വല്ലാതെ കൂടി വരികയാണ്. അത്തരത്തിലുള്ളതാകുന്ന ആളുകളെ സമീപിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ഓരോ മതസ്ഥർക്കും അവരുടേതാകുന്ന ആളുകളുടെ അടുക്കൽ പോകാം, ചികിത്സ നടത്താം. അതിന് നമ്മൾ ആരും എതിര് പറയുന്നില്ല. മുസ്ലിമീങ്ങളാകുന്ന ഈമാനുള്ള അള്ളാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്ന ഖബറുണ്ടെന്നും മഹ്ശറയുണ്ടെന്നും മഹ്ശറി വിചാരണയുണ്ടെന്നും ശേഷം സ്വർഗത്തിലേക്ക് പോകേണ്ടവരുമാണ് എന്ന് വിശ്വാസമുള്ളതാകുന്ന സത്യവിശ്വാസികൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ സിദ്ധന്മാരുടെ വ്യാജന്മാരുടെ അടുക്കൽ പോകരുത്. പരിശുദ്ധ ദീൻ എതിരാണ്. തങ്ങൾ പറഞ്ഞില്ലയോ, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂലൂ. തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തി, ഈമാനുള്ള വ്യക്തി, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തി, അല്ലാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളതായ വ്യക്തിയാണ്. അത്തരത്തിലുള്ള സഹോദരനോ സഹോദരിയോ ഒരു ജ്യോത്സ്യന്റെ സമിതത്തിൽ പോയി കണക്കിട്ട് നോക്കിയാൽ കാര്യങ്ങൾ വിധിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ കൊണ്ടുവന്നതായ എല്ലാ കാര്യങ്ങളെയും അവൻ അവിശ്വസിക്കുന്നവനാ, അവൻ കാഫിറായി പോകാനത് മതിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ചെറുപ്പക്കാരാ, സഹോദരാ സഹോദരി, ആഖിറം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ദുനിയാവിൽ തന്നെ വലിയ പ്രയാസം നേരിടേണ്ടി വരുമേ. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിൽ പോയി അവരുടെ വാക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ തീർച്ചയായും ആദരവായ പ്രവാചകർ കൊണ്ടുവന്നിട്ടുള്ള സർവ്വ കാര്യങ്ങളെയും അവിശ്വസിച്ചവനാണ്, ഖുർആനിൽ വിശ്വാസമില്ലാത്തവനാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആനും ഹദീസിനും എതിര് പ്രവർത്തിച്ചവനാണ് അവൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ധാരാളം സഹോദരിമാർ, തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം അംഗമാർ അത്തരത്തിലുള്ള അടുക്കൽ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ പോകുന്ന, മറഞ്ഞും തെളിഞ്ഞുമൊക്കെ പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നിസ്സാര വിഷയമല്ല, ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയമാണ്. എന്തിനാണ് പോകുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭർത്താവിന്റെയും ഭാര്യയ്ക്കും ഇടയിൽ പിണക്കം തീർക്കാനും ഈ സിഹർ കൊണ്ട്, ഈ മാരണം കൊണ്ട് കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. മാരണം ചെയ്താൽ അതിലൂടെ കിട്ടുന്ന നേട്ടം, ചെയ്യുന്നവന് കിട്ടുന്ന നേട്ടം, ചെയ്യുന്നവൻ പോകുന്നത് ഈ നേട്ടത്തിന് വേണ്ടിയാണ്. യുഫർരിഖു ബൈനൽ മർഇ വസൗജി, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പിണക്കമുണ്ടാക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. അതൊരു ഉദാഹരണം. ഇത് വിശദീകരിച്ചിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, വാപ്പയും ഉമ്മയ്ക്കുമിടയിൽ, ഭാര്യ ഭർത്താവിനിടയിൽ, മക്കൾക്ക് മാതാപിതാക്കൾക്കിടയിൽ, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ, സഹോദര സഹോദരിമാർക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ, ബന്ധുക്കൾക്കിടയിൽ എന്ന് വേണ്ട ആർക്കിടയിൽ തെറ്റിപ്പിരിയണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണോ ഈ കൂടോത്രം ചെയ്യുന്നത്? കൂടോത്രത്തിനത് സാധിക്കുമെന്ന് ഖുർആൻ. അത് സാധിക്കില്ല. ഖുർആൻ അത് കാരണം എന്താ? പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാചിനെ കൈവശം വെച്ചിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. അത് ചെയ്യൽ വൻ പാപമാണ്, നരകത്തിൽ കിടക്കും. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തെറ്റ് ചെയ്യാൻ പാടില്ല, അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല, അതിന് സഹായികളായി പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിലേക്ക് നമ്മൾ ആളെ കൂട്ടാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, ആളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ചില ആളുകൾ ഖുർആനും ഹദീസും വെച്ചൊക്കെ ചികിത്സ നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും, ഇനി നമ്മളെ കൊണ്ട് പറ്റൂല, എല്ലാം അവിടെ മന്ത്രവാദി എടുത്തു വയ്ക്കോ എന്ന് പറഞ്ഞു വിടുന്ന ആളുകൾ തന്നെ നമ്മുടെ സമുദായത്തിലുണ്ട്. വലിയ പാതകമാണ്, വലിയ തെറ്റാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാണ്.
വലിയ തെറ്റാണത്, ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ അകപ്പെടുന്നത് മുസ്ലിം സഹോദരിമാരാണ്. അവരാണ് ഇത് ഉണർത്തുന്നത്. പൈശാചിക ബാധ ഏൽക്കലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഏർവാടിയിലും മറ്റുള്ള ദർഗകളിലുമൊക്കെ വെള്ളിയാഴ്ച രാവൊക്കെ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ സഹോദരിമാർക്ക്, എത്രയോ സഹോദരങ്ങൾക്ക് പൈശാചിക ബാധ ഏറ്റവർ നേരിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ ചിലതൊക്കെ തട്ടിപ്പോണ്ട്, ഇല്ലാന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ചിലത് തട്ടിപ്പോണ്ട് എന്ന് പറയാൻ ഓടി നടക്കുന്നതാണ്. ഉച്ച കഴിയുമ്പോൾ നല്ല പൊറോട്ടയും മട്ടനും അടിക്കുന്നുണ്ടാണ്. ക്ഷീണിച്ച് കഴിയുമ്പോൾ 2-3 റൗണ്ട് കഴിയുമ്പോൾ ശൈത്താനിയത്തുള്ളതുകൊണ്ട് ഇല്ലാത്ത തട്ടിപ്പിന്റെ അഹലുകാരുമുണ്ട്. എന്തായാലും ബുദ്ധിയും ബോധമുള്ളവരാണ് നമ്മൾ കേരളീയർ. അരിയാഹാരം കഴിക്കുന്നവരാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും തട്ടിപ്പാണോ വെട്ടിപ്പാണോ. പക്ഷെ എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യകൾ ഉയർന്നിരിക്കുന്ന കാലഘട്ടം, വളരെ ഉയർന്ന വിദ്യാഭ്യാസം നുകർന്നിട്ടുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ നിലകൊള്ളുന്ന കാലഘട്ടം, സാക്ഷരതയിൽ നമ്പർ 1 ഈ കൊച്ചു കേരളത്തിൽ വിവര സാങ്കേതിക ഉയർന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ളതാകുന്ന നരബലികൾ സാഹൂതം ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് വിഷയം. വലിയ വിവരമുള്ള കൗമാൻ, പക്ഷെ പ്രവർത്തനമൊക്കെ വെറും വിവരമില്ലാത്ത ആൾക്കാരുടെ പ്രവർത്തനമാണ്. ഒരു മുതല മരിച്ചപ്പോ കണ്ടില്ലേ കാസർഗോഡ് ജില്ലയിൽ, അതിനെ തൊട്ടുകൊണ്ട് വണങ്ങിക്കുക, സുജൂദ് മുതലയുടെ മുന്നിൽ. എന്നിട്ട് അത് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? അതിലെല്ലാവരും ഉണ്ട്. രാഷ്ട്രീയ പ്രമുഖരുണ്ട്, സാമുദായിക ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാ അഹലുകാരുണ്ട്. എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്ക്. ഓരോരുത്തർക്കും അവരുടെ ആചാരം പോട്ടെ, അത് വേറൊരു വിഷയമാണ്. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. മറ്റൊരാളുടെ മതത്തിന്റെ ആശയത്തിനും ആദർശത്തിനും നമ്മൾ കൈകടത്തണ്ട. അത് അവരുമായിട്ട് പോട്ടെ, വേറെ വിഷയം. പക്ഷെ മുസ്ലിമീങ്ങൾ അവർ ശ്രദ്ധിക്കണം, അവരുടെ ഈമാനിനെ കളങ്കപ്പെടുത്താൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പോയല്ലോ. വീണ്ടും നമ്മുടെ ഇസ്മായിലൊക്കെ ഉണ്ടല്ലോ അവിടെ, അല്ലേ? അവിടെ ഇസ്മായിൽ കൈ ഉയർത്തിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണേ നിങ്ങൾ, എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്? കൊലപാതകങ്ങൾ അധികരിക്കുക, സമൂഹത്തിൽ വല്ലാത്ത മോശപ്പെട്ട പ്രവണതകൾ അധികരിക്കുന്ന കാലഘട്ടം. റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലരുകയാണ്. തങ്ങൾ പറഞ്ഞില്ലയോ, സയഅതി സമാനുൻ അലാ ഉമ്മതി لا يدري القاتل فيما قتل ولا يدري المقتول على أي شيء قتل. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിൽ കടന്നു വരും. സ്വഹാബ ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല, അന്ന് കൊല ചെയ്തവർ എന്തിനാണ് ഞാൻ കൊല നടത്തിയത് എന്ന് അറിയാത്ത കാലഘട്ടമാണ്. വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില, കൊല ചെയ്യപ്പെട്ടവർ എന്തിനാണ് എന്നെ കൊല ചെയ്യപ്പെട്ടത് എന്ന് പോലും അറിയില്ല. വല്ല നാട്ടിലും ലോട്ടറി വിറ്റുകൊണ്ട് നടന്നവരാണ്, വിളിച്ചു കൊണ്ടുപോയി കശാപ്പ് ചെയ്യുകയാണ്. ശരീരത്തിന്റെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കുകയാണ്. അത് കൊണ്ടുപോയി മാംസം കൊണ്ടുപോയി വേവിച്ച് തിന്നുന്നതായ ഘട്ടമാണ്. വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, എന്തിന്റെ പേരിലാണ് എന്നെ കൊല ചെയ്യപ്പെടുന്നത് എന്ന് കൊല ചെയ്യപ്പെടുന്നവർക്ക് അറിയാത്ത കാലഘട്ടം കടന്നു വരുമേ. അത് കാണാ ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചില ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോഴും ചാനലിൽ പറയുന്നുണ്ട്, നിരീശ്വരവാദികൾ, നാസ്തികരായ ആളുകൾ മുസ്ലിമീങ്ങളാണ് ഈ നരബലി കൊണ്ടുവന്നത്. എവിടെ നരബലി കൊണ്ടുവന്നു? എവിടെ നരബലി കൊണ്ടുവന്നു? അപ്പൊ പറയും ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി പോയില്ലേ? അറക്കാൻ വേണ്ടി പോയി, അർത്ഥോ ഇല്ലെങ്കിൽ അറക്കാൻ പറഞ്ഞോ, ശേഷം പിന്നീട് അത് നടപ്പിൽ വരുത്തിയോ? അവിടെയാണ് ചർച്ച. ഇവിടെ ബലിക്കല്ലിൽ കടത്തിയിട്ട് ആളുകളെ വെട്ടി നുറുക്കി കൊന്ന കഥ പറയുമ്പോ ബലിക്കല്ലിൽ കൊണ്ടുപോയി കടത്തിയില്ലേ എന്ന് പറയാ. അത് ചരിത്രം പഠിക്കണം. അത് മാത്രമല്ല, 2 നടന്നിട്ടുണ്ട്. ഒരെണ്ണോടെ വേണം പറഞ്ഞുതരാം. ഒരെണ്ണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അറിയുള്ളൂ, ഇസ്മായിൽ നബിയുടെ കഥ. വേറൊരു കഥ ഇവിടെ പറഞ്ഞുതരാം, കേട്ടോ.
قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അന ഇബ്നു ദബീഹി രണ്ട് പ്രാവശ്യം അറക്കാൻ പിടിക്കപ്പെട്ടതായ പിതാക്കന്മാരാണ് ആ പിതാക്കന്മാരാണ് എനിക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകന്റെ വല്ലുപ്പയല്ലയോ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിലിന്റെ പരമ്പരയാണ് ആദരവായ മുത്തു നബിയിലേക്ക് ചേരുന്നത് പ്രവാചകന്റെ വാപ്പയാണ് ഉപ്പയാണ് സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജന്റെ 8 വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുകയാ നിന്റെ മകനെ അല്ലാഹുവിന് വേണ്ടി ബലി കഴിക്കണേ എന്തിനാ ഇത് കാണുന്നത് അത് പഠിക്കണമെങ്കിൽ ആ കാലഘട്ടം പഠിക്കണം ചരിത്രം പഠിക്കണം വെറുതെ അല്ല ബലിക്കല്ലിലോട്ട് കടത്താൻ പറഞ്ഞത് പഠിക്കണം നമ്മൾ തന്നെ പഠിക്കാത്തൊരു ചരിത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ മെസൊപ്പൊട്ടേമിയൻ തലസ്ഥാനമായ ബാബിലോണിയുടെ ഊറ എന്ന് പറയുന്ന ദേശത്തായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭൂജാതനായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറവിയെടുത്തത് മെസൊപ്പൊട്ടേമിയന്റെ തലസ്ഥാനമായ ബാബിലോണിയിലെ ഊറ എന്ന് പറയുന്ന ദേശമാണ് അതൊരു ഗ്രാമമാണ് അന്നാ ജനങ്ങൾ അവിടെയുള്ളതാകുന്ന ആളുകൾ അഗ്നിദേവനാകുന്ന സൂര്യനെ ആരാധിച്ചു പോന്നിരുന്നവരാണ് അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു സൂര്യൻ്റെതാകുന്ന പ്രഭ അതിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് രാത്രി എന്ന രാക്ഷസൻ കടന്നു വരുന്നത് രാത്രി കടന്നു വരുന്നത് തന്നെ സൂര്യന്റെ പ്രഭ നഷ്ടപ്പെടുത്താനാണ് അതുകൊണ്ട് തന്നെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ കടന്നു വരണം അഗ്നിദേവനെ ആരാധിച്ചു കൊണ്ടിരുന്നവർ സൂര്യനെ ദേവനായി കണ്ടുകൊണ്ടിരുന്നവർ ആ അഗ്നിദേവനെ പ്രീണിപ്പെടുത്താൻ എല്ലാ ദിവസവും അവർ ആളുകളെ കൊല ചെയ്യുകയാണ് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ജനങ്ങളെ കുരുതി കൊടുക്കുകയായിരുന്നു നഊദു ബില്ലാഹ് ആണിനെയും കൊടുക്കും പെണ്ണിനെയും കൊടുക്കും അല്ലാഹു നമ്മളെ കാക്കട്ടെ ഒരാൾക്ക് കുട്ടി ജനിച്ചു 5-6 മക്കളുണ്ടെങ്കിൽ അതിൽ ആണിനെയും പെണ്ണിനെയും 2 മക്കളെ ആർക്ക് കൊടുക്കണം കുരുതി കൊടുത്തിരിക്കണം സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ അവരുടെ വിശ്വാസം ഓരോ കാലഘട്ടത്തിലെ ആചാരമാണ് എന്താ അങ്ങനെയെന്ന് എന്താ നാട്ടുകാരുടെ ആചാരമാണ് ഇന്നും സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങൾ പലവിധ ആചാരങ്ങൾ അന്നുള്ള സമൂഹത്തിന്റെ ആചാരമാണ് അവരുടെ അനുഷ്ഠാനമാണ് സൂര്യന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ എല്ലാ ദിവസവും ആരുടെയെങ്കിലും മക്കളെ കൊണ്ടുവന്നിട്ട് കുരുതി കൊടുക്കും ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ കുരുതി കൊടുക്കുക ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്കിടയിൽ വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ചു സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹത്തോട് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബുദ്ധിപരമായിട്ട് പറയുകയാണ് രാത്രി സമയത്ത് ആകാശത്തെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങിയപ്പോ റബ്ബി ഇതെന്റെ റബ്ബാണ് ആകാശത്ത് നക്ഷത്രം വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ആൾക്കാർ കേട്ടോണ്ടിരിക്കുക ഇതാണ് എന്റെ റബ്ബ് ഈ കാണുന്ന നക്ഷത്രമാണ് എന്റെ റബ്ബ് കാരണം എന്താ കൗമ അങ്ങനത്തെ ബോധമുള്ള കൗമാൻ അവരോട് സംവദിക്കുമ്പോൾ ആ ബോധത്തിൽ ഇറങ്ങി സംസാരിക്കണം അതുകൊണ്ട് അവരോട് പറഞ്ഞു എന്ത് സൂര്യനെ ദേവനായി അഗ്നിദേവനായി കാണുന്ന സമൂഹത്തോട് പറയാൻ ഈ കാണുന്നതാകുന്ന നക്ഷത്രം ഉണ്ടോ ഈ രാത്രി നിൽക്കുന്ന ഈ നക്ഷത്രം ഇതാണ് എന്റെ റബ്ബ് കേട്ടോ ഇതാണ് എന്റെ രക്ഷിതാവ് ആ നക്ഷത്രം അണഞ്ഞു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ് അല്ല ഇതല്ല എന്റെ റബ്ബ് ഇതെന്റെ റബ്ബല്ല കഴിഞ്ഞപ്പോ നക്ഷത്രം മാഞ്ഞുപോയി മേഘങ്ങൾക്കിടയിൽ പോയി പിന്നെ കാണുവാനില്ല പിന്നെ അതാ കടന്നു വരുന്ന ചന്ദ്രനെ കടന്നു വരുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ ബുദ്ധിപരമായി അവരെ നിയമം പഠിപ്പിക്കുകയാണ് സൂര്യനെ
ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹത്തെ നിങ്ങൾ ആരാധിക്കുന്നതാകുന്ന ദൈവം യഥാർത്ഥമാകുന്ന ദൈവമല്ല എന്ന് പഠിപ്പിക്കാൻ അവർക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് സംസാരിക്കുകയാ. ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഹാദാ റബ്ബീ ഹാദാ റബ്ബീ. ഇതാണ് ഈ കാണുന്ന ചന്ദ്രൻ ഉണ്ടല്ല, ഇതാണ് എന്റെ റബ്ബ്. അല്പനേരം കഴിഞ്ഞപ്പോൾ അല്പനേരം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അണഞ്ഞു പോവുകയാണ്. ചന്ദ്രൻ അണഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇതല്ല എന്റെ റബ്ബ്. ശരിക്കാൻ സമയമില്ല, പറയാണ്ട് ആയത്തൊക്കെ ഒരുപാട് പറയേണ്ടത് അവിടെ. ഞാൻ ചുരുക്കി പറയാം, വേറെയും പറയാനുള്ളത് കൊണ്ടാണ് ചുരുക്കുന്നത്. അല്ലെങ്കിൽ ഇത് മാത്രം പറഞ്ഞാൽ നേരം വെളുക്കും. അത്രത്തോളം ആയത്തുണ്ട് ആ വിഷയത്തിൽ. ഇതല്ല എന്റെ റബ്ബ്, ഇതല്ല കണ്ട, ഇത് മാഞ്ഞു പോയ സംഭവമാണ്. ഇങ്ങനെ മായുന്നതൊന്നും നമ്മുടെ റബ്ബല്ല. അപ്പൊ ജനങ്ങൾ കേട്ടോടിക്കുക, ജനങ്ങൾ അപ്പൊ തന്നെ ശരിയാ പറഞ്ഞത് കേട്ടാ. കാരണം മാഞ്ഞു പോയില്ല, മാഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മുടെ റബ്ബല്ല, രക്ഷിതാവല്ല. അങ്ങനെ നിൽക്കുമ്പോ നേരെ വെളുത്തു, സൂര്യൻ ഉദിച്ചു. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, ഫലമ്മാ റഅ അശ്-ശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബീ. സൂര്യൻ ഉദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങളുടെ ബുദ്ധിക്കനുസൃതമായി പഠിപ്പിക്കുകയാണ്, ഈ അഗ്നിദേവനാകുന്ന സൂര്യനാണ് എന്റെ രക്ഷിതാവ്. എന്നാൽ വൈകുന്നേരമായപ്പോൾ സൂര്യനിതാ അസ്തമിക്കുകയാണ്. ഇരുളിലേക്ക് പ്രവേശിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അഗ്നിദേവനാകുന്ന സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്നതായ സമൂഹത്തോട് തന്നെ പറയുകയാണ്, ഇത് അസ്തമിച്ചു പോയല്ലോ സമൂഹമേ, ഇതെന്റെ റബ്ബല്ല, രക്ഷിതാവല്ല. എന്നെന്നും നിലനിൽക്കുന്നവനാണ് രക്ഷിതാവ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ് അല്ലാഹു രക്ഷിതാവ്. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ ആ സമൂഹത്തിലാണ് നിലകൊള്ളുന്നത്. ആ സമൂഹമാണ് സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ, പകൽ പ്രകാശം പൊഴിയാൻ വേണ്ടി സൂര്യദേവൻ വരാൻ, രാത്രിയുടെ രാക്ഷസനെ അതിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ, നിർമാർജനം ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കി സൂര്യന്റെ പ്രഭ വരാൻ വേണ്ടി കുരുതി കൊടുക്കുന്നു. ആൺ പെൺ മക്കളെ, ചെറിയ കുട്ടികളെ കുരുതി കൊടുക്കാൻ. ഇതാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണിക്കുന്നത്. എന്ത്? മകനെ ബലി കഴിപ്പിക്കാൻ. എന്തിന്? ഇതിങ്ങനെ സ്വപ്നം കാണിച്ച് ദുൽഹിജ്ജ 10 അന്നായപ്പോഴത്തേക്കും ഈ കുട്ടിയെ അറക്കണ്ട എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ നാടിന് അള്ളാഹു ഇറക്കി കൊടുക്കാൻ. അതോടുകൂടി നരബലി വേണ്ട എന്നുള്ളത് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ. അതിനാണ്, അല്ലാതെ മക്കളെ കൊണ്ട് വലിക്കൊണ്ട് കടത്തി കെട്ടുകയല്ല. മനസ്സിലാക്കണം. ഇത് സമൂഹം അറിയണം. പരിശുദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുൽഹിജ്ജ 8 എന്ന സ്വപ്നം കാണുകയാണ്. യൗമുത് തർവിയ. ബഹുമാനപ്പെട്ടവർ, സംശയത്തിന്റെ ദിവസമാണ്. പിറ്റേ ദിവസമായപ്പോ വീണ്ടും ഇതാ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിൽ നിന്നാണ് സ്വപ്നം. ബഹുമാനപ്പെട്ടവർ കാണുകയാണ്, നിന്റെ മകനാകുന്ന ഇസ്മായിലിനെ ബലി കഴിക്കണേ, ബലി കഴിക്കണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം യൗമുൻ നഹറാകുന്ന പെരുന്നാളിന്റെ സുദിനത്തിൽ വീണ്ടും കാണുകയാണ്. 3ാമത്തെ ദിവസം തുടർച്ചയായി കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉറപ്പിക്കുകയാണ്, ഹാദൽ മനാമു മിനല്ലാഹി അസ്സ വജല്ല. ഈ സ്വപ്നമായ യാഥാർത്ഥ്യമാണ്. ഇത് പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്, പിശാചിൽ നിന്നുള്ളതല്ല. ഇത് അല്ലാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ്, സ്വപ്നമാണ്. ബഹുമാനപ്പെട്ടവരെ, രാവിലെ തന്നെ പെരുന്നാളിന്റെ സുദിനമായി ഇന്നും ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷമായി നമ്മൾ ആദരിക്കുന്ന പെരുന്നാളിന്റെ സുദിനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ ഭാര്യയോട് പറയുകയാണ്. കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിച്ച് വലത് കൈയിൽ കത്തിയും ഇടത് കൈയിൽ കയറുമായി തന്റെ പ്രിയപ്പെട്ട മകനെയും വാരി പുണർന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ പോകുകയാണ്. മക്കയിൽ നിന്ന് മിനയുടെ താഴ്വാരത്തേക്ക് യാത്രയാണ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി പോയിട്ടുള്ളവരെ മിനയുടെ താഴ്വാരത്തിൽ നിങ്ങൾ അമീർമാർ വ്യക്തമായി കാണിച്ചിട്ടുണ്ടാകും ഒരു സ്തൂപം, പ്രത്യേകമായ ഒരു സ്ഥലമതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ കൊണ്ടുവന്ന സ്ഥലമാണ്. മിനയുടെ താഴ്വാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവരുന്നു. തന്റെ പ്രിയപ്പെട്ട മകനെ കടത്തുകയാ. കഴുത്തിൽ
കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിഞ്ഞപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുകയാണ്. ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ തിരുസവിധത്തിൽ നിന്ന് മനോഹരമായ ഒരു ആട്ടുംകുട്ടിയുമായി കടന്നു വരുകയാ. ഈ ആടിനെ ബലി കഴിച്ചാൽ മതി ഇബ്രാഹിമേ, നിന്റെ മനസ്സിന്റെ തഖ്വയെ അല്ലാഹു ഹിദായത്തെടുത്തിരിക്കുകയാണ്. നീ റബ്ബിന് വേണ്ടി ജീവിക്കുന്നവനാണ്, റബ്ബിന് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ്, റബ്ബിന് വേണ്ടി സമർപ്പണ മനോഭാവത്തോടുകൂടി നിലകൊള്ളുന്നതായ വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ ഈ ചെറിയ മകൻ ബലിക്കല്ലിൽ കടത്താൻ നീ തുനിയുമോ ഇബ്രാഹിമേ? നീ ആ കടത്തലിലൂടെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിയലിലൂടെ തന്നെ ഇതാ അല്ലാഹു നിന്നെ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു ഇബ്രാഹിമേ. വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതായ സർവ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിപൂർണമായി വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചതാണ് അല്ലാഹു. ഈ പരീക്ഷണം മകൻ മുഖേന നടത്തുന്നത് എന്തുകൊണ്ടാ? ഊറ എന്ന് പറയുന്നതാകുന്ന ഈ ദേശത്തുള്ളതാകുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും എല്ലാ ദിവസവും അവരുടേതാകുന്ന മക്കളെ കൊണ്ടുപോയി കുരുതി കൊടുത്തിരുന്നു, സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, സൂര്യന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആ സമൂഹത്തിന്റെ ബുദ്ധിപരമാകുന്ന അവരെ ബുദ്ധിപരമായി നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നരബലി പാടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരബലി നടത്താൻ വേണ്ടി പടച്ചറബ് കൽപ്പിച്ചത്. ചെയ്തില്ല. ചില ആളുകൾ പറയാറുണ്ട് കഴുത്തി വെച്ചിട്ട് ഇങ്ങനെ വെട്ടി, നാഞ്ഞു വെട്ടി, ഇപ്പുറത്ത് പാറ വെട്ടിയപ്പോ പാറ 10 വളർന്നു. അത് തെറ്റാണ്. മാമിങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. അങ്ങനെ നടന്നിട്ടില്ല. കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിഞ്ഞപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അതൊക്കെ പാട്ടുകളിൽ എവിടെയൊക്കെ ഉള്ളതാകുന്ന ചില തഫ്രീത്തും ഇഫ്റാത്തുമുള്ള ആളുകൾ കടത്തിക്കൂട്ടാണ്. ചരിത്രങ്ങളിൽ ഇങ്ങനെ ധാരാളം കടത്തിക്കൂട്ടലുകളുണ്ട്. അത് കഠിനമായ തെറ്റാണ്. കഴുത്തി വെച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ നാടിനെ ഇറക്കി കൊടുത്തു. ഈ ആടേതാണ് ഹാബീലും കാബീലും. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളിൽ ഒരു വ്യക്തി സമർപ്പിച്ചതാകുന്ന മനോഹരമായ ആടാണ്. അതാണ് ഈ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്തത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന ഇബ്നു ദബീഹൈൻ, 2 പ്രാവശ്യം അറക്കാൻ പിടിക്കപ്പെട്ടതാകുന്ന പിതാക്കന്മാരുടെ മകനാണ് ഞാൻ. ഒന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മറ്റൊന്നാരാണ്? എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം അതാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാവർക്കും ഒരു ക്ഷീണമുണ്ടോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, പുരുഷന്മാര് ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. അതെ, മഴയൊക്കെ മാറിയിട്ടുണ്ടോ? ഒന്ന് കയറിയിരുന്നോളെ ആ റോഡിൽ നിൽക്കുന്നവരൊക്കെ. ഇനിയെങ്കിലും 2 കൈയും ഒന്ന് ഉയർത്തിക്കാൻ നോക്കട്ടെ എല്ലാവരും, പുരുഷന്മാര്. ക്ഷീണമുണ്ട്, താക്കും മതി. ബിസ്മില്ലാ. വെളിയിൽ നിൽക്കുന്നവരൊക്കെ വന്നിരുന്നോ? വാലണ്ടിയേഴ്സ് സെക്രട്ടറി ഉള്ളവരൊക്കെ എല്ലാവരും പോരെ. ഇനി ആരും നിൽക്കണ്ട അവിടെ. ഇനി ആരും വണ്ടിയൊന്നും വരൂല. ആരെങ്കിലും ഒരാൾ നിന്നാ മതി. പോരെ, എല്ലാവരും വന്നിരിക്കും. നിങ്ങൾ കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. എത്ര മണി വരെയോ? 10:30 വരെയല്ലേ? ഷറഫ് പറയാ, സാവ് പറഞ്ഞു. അവനിവിടുന്ന് അപ്പുറം പോയാൽ നെല്ലിക്കുഴിയിലോട്ട് പോയാൽ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ, അധികം നീട്ടൂല, വേഗം നിർത്താം കേട്ടാ. നാളെയും പരിപാടികളല്ലേ നിങ്ങൾക്ക്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. രണ്ടാമത്തത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ വാപ്പയാണ്. അബ്ദുൽ മുത്തലിബ് എന്ന പരിശുദ്ധ പ്രവാചകന്റെ പിതാമഹനാകുന്ന വല്യുപ്പ. ബഹുമാനപ്പെട്ടവർ സ്വപ്നം കാണുകയാണ് രാത്രി. എന്താ സ്വപ്നം കാണുന്നത്? മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. അബ്ദുൽ മുത്തലിബ് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ്, ഇഹ്ഫർ ത്വയ്യിബാ, പരിശുദ്ധമായതിനെ കുഴിക്കണേ കുഴിക്കണേ. രണ്ടാമത്തെ ദിവസം വീണ്ടും കാണുകയാണ്, ഇഹ്ഫറിൽ ബിർറാ,
ഗുണമായതിനെ കുഴിക്കണേ, ഗുണമുള്ള സാധനത്തിനെ കുഴിക്കണേ. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മൂന്നാമത്തെ ദിവസവും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പ്രവാചകന്റെ വല്ലുപ്പയായ അബ്ദുൽ മുത്തലിബ് സ്വപ്നം കാണുകയാണ്. മക്കയിലെ നേതൃത്വമായ അബ്ദുൽ മുത്തലിബ് രാത്രിയിൽ മക്കയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതാ വീണ്ടും കാണുന്നു, യഹ്ഫറിൽ മദ്ലൂന, സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുഴിക്കണേ. നേരം പുലർന്നു. സ്വപ്നവ്യാഖ്യാനത്തിന്റെ അഖിലുകാരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. 3 ദിവസമായി കാണുകയാണ്. ആദ്യം കണ്ടത് യഹ്ഫർ ത്വയ്യിബ, പരിശുദ്ധമായതിനെ കുഴിക്കണമെന്നാണ്. രണ്ടാമത് കണ്ടത് യഹ്ഫറുൽ ബിറ, ഗുണമുള്ളതിനെ കുഴിക്കണമെന്നാണ്. മൂന്നാമത് കണ്ടത് യഹ്ഫറുൽ മദ്ലൂന, സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുഴിക്കണേ. എല്ലാവരും പറഞ്ഞു സംസം കിണർ കുഴിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്താണ് എന്ത് വന്നത്? സംസം വെള്ളം ഉറവ് പൊട്ടിയത്. അത് കിണറാക്കി മനോഹരമായ കിണറാക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ് നിങ്ങളോട് വന്നത്. അത് സംരക്ഷിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അതിന് നേതൃത്വം നൽകുന്നു. സംസം കിണർ സംരക്ഷിക്കുകയാണ്. മനോഹരമായ സംസം കിണർ കുഴിക്കപ്പെടുന്നു. അത് കുഴിച്ചതിന് ശേഷം സംസം കിണറിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് കാബയുടെ പരിസരത്ത് വെച്ച് അബ്ദുൽ മുത്തലിബ് ഒരു ശപഥം ചെയ്യുകയാണ്. എനിക്ക് 10 മക്കളുണ്ടായാൽ 10ൽ ഒരാളെ ബലി കഴിക്കാം, ഒരാളെ ഞാൻ ബലിയറക്കാം, ഒരാളെ ഞാൻ ബലിദാനം നടത്താം. 10 മക്കളുണ്ടായാൽ അതിൽ ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യാം? ബലി കഴിക്കാം. നിയത്ത് വെച്ചു. ഇതൊക്കെ പഴയ ജാഹിലിയ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലുപ്പയാണെന്ന് ഓർക്കണം. നബി ഇല്ലാന്ന് ജനിച്ചിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം 6 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരുന്നത്. മനസ്സിലാക്കണം, 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അപ്പൊ അത്രത്തോളമുള്ള നേർച്ചകളും സംഭവങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അർത്ഥം. 10 മക്കളുണ്ടായാൽ ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യാം? ബലി കൊടുക്കാൻ നേർച്ച. ചുരുക്കത്തിൽ 10 മക്കളായി. 10 മക്കളുടെയും പേരെഴുതി നറുക്കിട്ടു. നറുക്ക് വീണത് ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുള്ള, മുത്തുനബിയുടെ ഉപ്പയാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തെ അറക്കാൻ വേണ്ടി നിയത്ത് വെച്ചു. ബലിക്കല്ലിലേക്ക് കൊണ്ടുവന്നു, കടത്തി. ആളുകൾ ഇടപെട്ടു. അന്നുള്ള ഖുറൈശി തറവാട്ടിൽപ്പെട്ട പ്രമുഖർ അതുകൊണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ വലിയ തറവാടിത്ത മഹിമയുള്ള വ്യക്തിയല്ലേ? നിങ്ങളിത് ചെയ്താൽ പിന്നെ 10 മക്കളുള്ളവരും 5 മക്കളുള്ളവരും ഒക്കെ അവരുടെ ദൈനംദിന പ്രവർത്തനമായിട്ട് ഇത് മാറും. ഒരാളിങ്ങനെ ബലി കഴിപ്പിക്കും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിത് യോജിച്ചതല്ല, അനുയോജ്യമല്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്തിരിപ്പിച്ചപ്പോ എല്ലാവരും കൂടി ഐക്യത്തിൽ പറഞ്ഞപ്പോ അബ്ദുള്ള എന്ന് പറയുന്ന പുഞ്ചിരിച്ചു കിടക്കുന്ന 10 മക്കളിൽ 10ാമനായ ഇളയ മകനെ അറക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിന് ഒരു മനസ്സിനൊരു വിഷമവും വന്നു. എല്ലാരും ഇങ്ങനെ പറയാ, ആരും ഒരാൾ സമ്മതിക്കുന്നില്ല. ഞാൻ നേർച്ച നേരുകയും ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ? ജാഹിലിയ കാലഘട്ടത്തിലുള്ള നേർച്ചയാണ്, ഇസ്ലാമിലെ നേർച്ചയല്ല. എന്നാലും അദ്ദേഹം കരുതി ഈ മകന്റെ വിഷയത്തിൽ ഞാനൊരു 10 ഒട്ടകത്തെ അറത്തേക്കാം. ആളുകൾ പറഞ്ഞു, ഒട്ടകത്തെ അറക്ക് ഇതിന് പകരമായിട്ട് അതല്ലേ നല്ലത്. അങ്ങനെ ഒട്ടകത്തെ അറക്കാൻ അദ്ദേഹം നിയത്ത് ചെയ്തു. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നരബലി എവിടെയും ഇസ്ലാമിൽ നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടോ? ഇല്ല. പറയുന്നത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് കടത്തി അറക്കാൻ വേണ്ടി തുനിഞ്ഞു, പക്ഷെ അറത്തിട്ടില്ല. അതിന് പകരം ഒരു ഒട്ടകത്തെ കൊടുക്കാൻ ആളുകൾ പറഞ്ഞപ്പോ 10 ഒട്ടകത്തെ കൊടുക്കാൻ അബ്ദുൽ മുത്തലിബ് തയ്യാറായി. 10 ഒട്ടകത്തിന്റെയും പേരെഴുതി, അതിനോടൊപ്പം തന്നെ അബ്ദുള്ളയുടെയും പേരെഴുതി. അബ്ദുള്ള എന്നെഴുതി 10 ഒട്ടകത്തിന്റെയും ഓരോ ഒട്ടകത്തിന്റെയും പേര് ഓരോ പ്രാവശ്യമായി എഴുതി നറുക്കിട്ടു. നറുക്കിടുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് വീണ്ടും പറഞ്ഞു, 10 വട്ടവും അബ്ദുള്ളയുടെ പേരാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരൊട്ടകത്തിന് പകരം 10 എണ്ണം കൂടി ഞാൻ ഇറക്കും. അങ്ങനെ 10 പ്രാവശ്യവും പേരിട്ടു. അന്നൊക്കെ ഒട്ടകത്തിന് പേരുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഞഞ്ഞു മുഞ്ഞു എന്നൊക്കെ പൂച്ചയ്ക്കൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനത്തെ പേരൊന്നുമല്ല, നല്ല പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ പേരായിരുന്നു ഖസ്വാ, ഒരു ഒട്ടകത്തിന്റെ പേരായിരുന്നു. അതുപോലെ ഓരോ ഒട്ടകത്തിനും ഒരു നല്ല പേരിട്ട് വിളിക്കും. കാരണം അത്ര വലിയ സുന്ദരമായ വാഹനമാണ്, വലിയ വാഹനമല്ലേ. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾക്കൊക്കെ പ്രത്യേകമായി മഹത്വം മനസ്സിലാക്കിയിട്ട് പേരിട്ട് വിളിക്കും.
10 ഒട്ടകങ്ങളുടെ പേരെഴുതി ഓരോ ഒട്ടകത്തോടൊപ്പം തന്നെ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ മകന്റെയും പേരെഴുതിയിട്ട് നറുക്കിട്ടു. അബ്ദുൽ മുത്തലിബ് അങ്ങനെ നറുക്കിട്ടു. സുബ്ഹാനല്ലാഹ്, എല്ലാ പ്രാവശ്യവും 10 വട്ടം ഇട്ടപ്പോഴും പേര് വന്നത് ആരുടെ? അബ്ദുള്ളയുടെ തന്നെ. അങ്ങനെ വന്നാൽ ഓരോ ഒട്ടകത്തിന് പകരം എത്ര എണ്ണത്തിന് ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? 10 എണ്ണം വീതം ഇറക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെ 10 ഒട്ടകത്തിന് 10 ഗുണം 10 100 ഒട്ടകത്തെ ഇറക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. 100 ഒട്ടകം കൊണ്ടത് വിഷയമില്ല. അദ്ദേഹത്തിന് അതുപോലെ സമ്പത്തുണ്ട്, വലിയ ടീമാണ്, നല്ല ഏറ്റവും നല്ല സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഉന്നത കുലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. 100 ഒട്ടകത്തെ കൊണ്ടുവന്ന് നിർത്തി. അറക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, 100 ഒട്ടകം നിൽക്കട്ടെ, ഒരു 100 എണ്ണം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. 200 ഒട്ടകത്തെയാണ് അബ്ദുള്ളയ്ക്ക് പകരമായി ഇറത്തത്. ചരിത്രമാണ്, പഠിച്ചു വെക്കണം. അവിടെ എവിടെയും നരബലി നടന്നിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. അതിനുശേഷം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് രണ്ടും കൂട്ടിണക്കിക്കൊണ്ട് പറയുകയാണ്, അന ഇബ്നു ദബീഹൈൻ, 2 പ്രാവശ്യം അറക്കാൻ പിടിക്കപ്പെട്ടതാകുന്ന പിതാക്കന്മാരുടെ മകനാണ് ഞാനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് ഇസ്മായിലാണ്, മറ്റൊന്നെന്റെ വാപ്പയാകുന്ന അബ്ദുള്ളയാണ്. 2 പേരെയും അറക്കാൻ വേണ്ടി പിടിക്കപ്പെട്ടതാണ്. പക്ഷെ അറത്തിട്ടില്ല. അതിന് പകരമായി ആദ്യം കൊടുത്തത്, ആദ്യത്തെ വാപ്പയ്ക്ക് പകരം കൊടുത്തത് ആടാണ്. അത് ഒരു പെരുന്നാളായി ജനങ്ങൾ ഇന്നും തന്നെ ആഘോഷിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന ഏറ്റവും ബൃഹത്താകുന്ന വലിയ ആഘോഷം അത് ബലിദാനമാണ്. അത് ഒട്ടകത്തെയും ആടിനെയും ആടുകളെയും അറുത്തുകൊണ്ടുള്ളതായ മനോഹരമായ ആഘോഷമാണ്. ഒരിക്കലും ഒരു നരബലി വിശുദ്ധ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. മനസ്സിലാക്കണം, നമ്മൾ ചരിത്രം പഠിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ആദരവായ പ്രവാചകനെ കടന്നു വരുമ്പോ മുസ്ലിം പെങ്ങന്മാരെ, അന്ന് കാലഘട്ടത്തിലുള്ളതാകുന്ന സഹോദരിമാരെ, പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമല്ലയോ. മുസ്ലിം എന്നില്ല, അമുസ്ലിം എന്നില്ല, പെണ്ണായി പിറന്ന സർവരെയും കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമാണ്. അപശകുനമായി കണ്ടിരുന്നതാണ് സ്ത്രീത്വത്തെ. പ്രവാചകർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, പാടില്ല, സ്ത്രീകളെ നിങ്ങൾ അറുകൂല ചെയ്യരുതേ, അവരെ കുഴിച്ചു മൂടരുതേ, അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മാത്രമല്ല, ഒരു പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്ത്, അവൾക്ക് മാന്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത്, ആത്മീയവും ഭൗതികവുമാകുന്ന സമന്വയ വിദ്യാഭ്യാസം കൊടുത്ത്, അറിവ് നൽകിക്കൊണ്ടവർക്ക് വേണ്ടുന്ന രീതിയിൽ വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിപ്പിച്ചേക്കുന്ന വാപ്പ, നിനക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 3 പെൺമക്കളെ കുറിച്ചാണ് റസൂലുള്ളാഹി ഇത് പറഞ്ഞത്. അപ്പോഴാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിൽ പ്രായം കൂടിയ വ്യക്തിയാണ്, എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലി ഇബ്നതൈൻ, 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത് റസൂലേ. 2 പെൺകുട്ടികൾക്ക് മതബോധം നൽകി വിവാഹപ്രായമെത്തുമ്പോൾ അവരെ കെട്ടിച്ചയച്ചാൽ തങ്ങൾ പറഞ്ഞ സ്വർഗം എനിക്കും കിട്ടുമോ റസൂലേ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, നഅം യാ നഅം, പൊന്നുമോനെ, നിനക്കും കിട്ടും. യാ അബൂദർ, നിനക്കും ലഭിക്കുന്നതാണ്, ലഭിക്കുന്നതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്, ആദരവായ പ്രവാചകരെ, വലി ഇബ്നത്തുൻ യാ റസൂലല്ലാഹ്, എനിക്കൊരൊറ്റ പെണ്ണാണുള്ളത് റസൂലേ, ഒരൊറ്റ പെണ്ണേയുള്ളൂ. ഞാൻ അവളെ ദീനിന്റെ മാർഗത്തിൽ പഠിപ്പിച്ച് അവൾക്ക് വിവാഹാലോചന കൃത്യമായി കടന്നു വരുമ്പോ അവൾക്ക് ഞാൻ നല്ല ഒരു കല്യാണം കഴിച്ചു കൊടുത്താൽ എനിക്കും കിട്ടുമോ സ്വർഗമെന്ന് റസൂലുള്ള ചോദിക്കുമ്പോ, നിനക്കുമുണ്ട് ഒരു പെണ്ണിനെ പോലും മാന്യമായി വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നല്ല നിലയിൽ കെട്ടിച്ചയച്ചാൽ ആ കുട്ടിയുടെ പിതാവിനും മാതാവിനും സ്വർഗമുണ്ട് എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാമാണ്, ഇസ്ലാമാണ്. മാത്രമല്ല, ആ പെണ്ണിന് വലിയമാകുന്ന സൗഭാഗ്യമുണ്ട്. അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ ഉമ്മയാണ്, ആ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം മക്കളെ എന്നും
ഹബീബുനാ റസൂലുള്ളാഹി കുഴിച്ചു മൂടപ്പെട്ടിരുന്നതായ സമൂഹത്തിൽ നിന്ന് ഈ സമൂഹത്തിലേക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അവളെ പഠിപ്പിച്ച് ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്ത് കെട്ടിച്ചയക്കുന്നവന് സ്വർഗ്ഗം അല്ലാഹു സമ്മാനിക്കുകയും പഠിച്ച് വിദ്യാഭ്യാസം നുകർന്ന് മക്കളെ ഈ ലോകത്തിന് സമ്മാനിക്കുന്നതാകുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്ക് വലിയ സ്ഥാനമാണ്. അവരുടെ കാൽ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. എവിടെയാണ് സ്ത്രീകളെ വിശുദ്ധ ഇസ്ലാം അടിച്ചമർത്തിയത്? ഒരിക്കലുമല്ല. വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ്. അടുക്കളയിൽ തളച്ചിട്ട മതമല്ല. വിദ്യാഭ്യാസം നിങ്ങൾ നുകർന്നുകൊള്ളണേ എന്ന് പഠിപ്പിച്ച മതമാണ്. അറിവ് എത്രത്തോളം സമ്പാദിക്കാൻ കഴിയുമോ അത് നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുക. പക്ഷെ മോശമാകുന്ന വസ്ത്രവിധാനം പാടില്ല, അനാവശ്യമാകുന്ന ഭാഷണം പാടില്ല. അത് പുരുഷനും പാടില്ല, അത് സ്ത്രീക്കും പാടില്ല. മോശപ്പെട്ട വർത്തമാനം പറയുകയോ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ കേട്ടുകയോ ഹറാമായ സ്ഥലത്തിലേക്ക് പോകുകയോ ചെയ്യരുതേ ചെയ്യരുതേ എന്നാണ് വിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. മാത്രമല്ലല്ലോ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉണർത്തുകയാണ്. ദാരിദ്ര്യത്തിന്റെ പേരിൽ ജനങ്ങൾ സ്വന്തം മക്കളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടം പരിശുദ്ധമായ ഖുർആൻ വീണ്ടും അവതീർണമാവുകയാണ്. വലാ تقتلوا أولادكم خشية إملاق نحن نرزقكم وإياكم نحن نرزقكم وإياكم إن قتلهم كان خطأ كبيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കൾ ഇന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് മക്കൾ അധികരിച്ചാൽ സാമ്പത്തികമാകുന്ന ക്രൈസിസ് എന്നാണ്. എന്നാൽ ഖുർആനിന്റെ വിശദീകരണം അങ്ങനെയല്ല. ഭ്രൂണഹത്യ ചെയ്യുന്ന മക്കളെ, ഭ്രൂണഹത്യ ചെയ്യാൻ നിർബന്ധിതരായി നിലകൊള്ളുന്ന ദമ്പതിമാരെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വീണ പിറന്നു വീണതാകുന്ന മക്കളെ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് കുഴിയെടുത്തുകൊണ്ട് പച്ചയ്ക്ക് തന്നെ മക്കളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ ഖുർആൻ അവതീർണമാവുകയാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുതേ, കൊന്നുകളയരുതേ. നഹ്നു നർസുഖുകും വഇയ്യാകും. നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ നാമാണ്, അവർക്കും റിസ്ക് നൽകുന്നവൻ നാമാണ്, നാമാണ്. രക്ഷിതാക്കളെ, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ഞാനാണ്, ഞാനാണ്, ഞാനാണ്. അല്ലാഹ് പറയുകയാണ്, ആ മങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടതായ മക്കളില്ലയോ, ആ കുഴിച്ചു മൂടിയ മക്കൾക്കും റിസ്ക് നൽകാൻ ശേഷിയുള്ളവൻ ഞാനാണ്, ഞാനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതയിലേക്ക് നിങ്ങൾ പോകരുതേ. ഇന്ന ഖത്ലഹും കാന ഖിതഅൻ കബീറാ. പാവപ്പെട്ട മക്കൾ, എന്താണ് ഈ രോഗമെന്ന് തിരിച്ചറിയാത്തതാകുന്ന മക്കൾ, പാലുകുടി പോലും മാറാത്തതാകുന്ന പിഞ്ചോമന മക്കൾ, ചോര പൈതലുകളെ കൊണ്ടുപോയി നിങ്ങൾ കുഴിച്ചിടരുതേ. അത് വലിയ പാതകമാണെന്ന് തിരിച്ചറിയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നരബലി വരുന്നതിന് മുമ്പ്, നരബലി യാഥാർത്ഥ്യമായി സമൂഹത്തിൽ നടമാടുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ കൊലപാതകത്തെ നിഷിദ്ധമായി എതിർക്കുകയാണ്. ഒരു നിലയ്ക്കുമുള്ള കൊലപാതകങ്ങൾ പാടില്ല, പ്രത്യേകിച്ച് ശിശുമരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു നിലയ്ക്ക് മരത്തരത്തിലുള്ള പ്രവണതയിലേക്ക് നിങ്ങൾ ചിന്തിക്കരുതേ, ചിന്തിക്കരുതേ. എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ويعلم مستقرها ومستودعها كل في كتاب
കിതാബിൻ മുബീൻ. ഈ ലോകത്തേക്ക് ജനിച്ചു വളരുന്നതായ ഓരോ വ്യക്തികൾക്കും ഏത് ജീവജാലങ്ങളാകട്ടെ അവർക്കുള്ളതാകുന്ന ആഹാര പാനീയങ്ങൾ മുഴുവനും സംവിധാനിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. അതുകൊണ്ട് ഒരാളും മറ്റൊരാളുടെ കാര്യം ഏറ്റെടുക്കേണ്ടതില്ല. ഒരാളെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതും അവർക്ക് റിസ്ക് വിശാലമായി കൊടുക്കുന്നവൻ നാമാണ്. അല്ലാഹു പറയാ, അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ അറുകൊല നടത്തരുതേ, കൊന്നുകളയരുത്. ഖുർആനാണ്, എത്രയോ ആയത്തുണ്ട്. وكذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله فذرهم وما يفترون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അവിശ്വാസികളിൽ പെട്ടതാകുന്ന ചില ആളുകൾ, ബഹുദൈവ ആരാധകരിൽപ്പെട്ട ചില ആളുകൾ സ്വന്തം മക്കളെ ഇത്തരത്തിലുള്ള മോശമാകുന്ന മൃഗീയമായ പ്രവണതകൾക്ക് വിധേയമാക്കലുണ്ട്, ആക്കലുണ്ട്. പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൽ വലിയതാകുന്ന ജീവിത സുഖം ലഭിക്കാൻ വേണ്ടി വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രികീൻ ഖത്ല ഔലാദിഹിം. സ്വന്തം മക്കളെ, സ്വന്തം ചോരയിൽ പിറന്നതാകുന്ന മക്കളെ അറുകൊല നടത്തിക്കൊണ്ട് ദുനിയാവിൽ ഒരുപാട് ആയുരാരോഗ്യ സൗഭാഗ്യം കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പൂജകൾ നടത്തുന്ന ആളുകളുണ്ട്. ഫദറുഹും വമാ യഫ്തറൂൻ. അവരുടെ വാക്കുകൾ നിങ്ങൾ മുഖവിലക്കെടുക്കരുതേ. അവരെ പടച്ചുവിടുന്നതാകുന്ന കിംവദന്തികളെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സിദ്ധന്മാരുടെ വചനങ്ങളെ നിങ്ങൾ തള്ളിക്കളയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹം ബിഗൈരി ഇൽമ്. അറിവില്ലാത്ത, വിവരമില്ലാത്ത ജനങ്ങളുടെ വചനം കേട്ടുകൊണ്ട്, വിഡ്ഢിത്തം കാണിച്ചുകൊണ്ട് സ്വന്തം മക്കളെ അറുകൊല നടത്തിയവർ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നും വിശുദ്ധമായ ഖുർആൻ. ഇത് ലോകത്ത് നടന്ന സംഭവങ്ങളാണ്. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ സ്വന്തം മക്കളെ അറുകൊല നടത്തുന്ന ആളുകൾ ദാരിദ്ര്യത്തെ ഭയന്നിട്ട്, അതിനെയാണ് ഇന്ന് നടക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദാരിദ്ര്യത്തെ ഭയന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പോയ വ്യക്തി, സിദ്ധൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ലഹരിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് വരെ ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള റിപ്പോർട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്പം അടിക്കുന്ന കൂട്ടത്തിലായിരുന്നു. നബിതങ്ങൾ അടുത്ത അടയാളം പറഞ്ഞത് അവസാന കാലഘട്ടമാകുമ്പോ കള്ളുകുടി അധികരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ തെറ്റാണ് ലഹരി ഉപയോഗം. അത് ഉപയോഗിച്ച ബാക്കിയുള്ളതിലേക്കൊക്കെ കൊണ്ടുപോകും. അതാണ് ഇപ്പൊ ഇവിടെ നടന്നത്. എത്രയോ ചരിത്രങ്ങളുണ്ടെന്നറിയോ അങ്ങനെ. അദ്ദേഹം ലഹരി ഉപയോഗിച്ചു. ആ ലഹരിക്ക് അടിമപ്പെട്ടതിന്റെ കാരണത്താൽ ആഭിചാര ക്രിയകൾ ചെയ്തു, മാരണം ചെയ്തു. ആ പ്രവർത്തനം കൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ വ്യഭിചരിച്ചു. ആ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ കൊലപാതകങ്ങൾ നടത്തി. ഇവരെ മാത്രമല്ല വിചരിച്ച, വേറെയും പെൺകുട്ടികളെ കൊണ്ടുപോയി ഇലന്തൂര് തന്നെ കൊണ്ടുപോയി വിചരിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടുകൾ. ഇനി എന്തൊക്കെ വെളിപ്പെടാൻ കിടക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാണ്. ഇതൊക്കെ ഈ സമൂഹത്തിൽ നടക്കാൻ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞ വചനങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോ എത്ര യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതൊക്കെ ഇന്ന് നേർക്ക് നേരെ നമ്മൾ പുലരുകയാണ്. മനസ്സിലാക്കാൻ സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖംറു ഉമ്മുൽ കബായിർ വഅക്ബറുൽ ഫവാഹിഷ്. ആദരവായ പ്രവാചകന് പറയുകയാണ്, സഹാബാ, എല്ലാ തെറ്റുകളുടെയും മാതാവാണ് കള്ളുകുടി, ലഹരി ഉപയോഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഅക്ബറുൽ കബായിർ
കബായിർ, വൻ പാപമാണ് സാബ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ പാപങ്ങളുടെയും തലവനാണ്. അതുകൊണ്ടാണല്ലോ ഇത് ചെയ്തപ്പോ ബാക്കിയുള്ളതൊക്കെ ചെയ്തു എന്നുള്ളത്. കാരണം സ്വബോധം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തും ചെയ്യും? കൊലപാതകം നടത്തും, പാപ്പയെ നടത്തും, ഉമ്മയെ നടത്തും, സഹോദരൻ നടത്തും, ആരെയും വ്യഭിചരിക്കും. വിധങ്ങൾ തന്നെ പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫമൻ ശരിബ വകഅലാ ഉമ്മിഹി വഅലാ അമ്മതിഹി വഅലാ ഖാലതിഹി. ഇത് ചെയ്യുന്നവനവൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാനും സ്വന്തം വാപ്പയുടെ സഹോദരിയെ വ്യഭിചരിക്കാനും സ്വന്തം ഉമ്മയുടെ സഹോദരിയെ വ്യഭിചരിക്കാനും തുനിയമേ സഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഥവാ സ്വന്തം മാതാവാണോ, സ്വന്തം വാപ്പയുടെ സഹോദരിയാണോ, സ്വന്തം ഉമ്മയുടെ അനുജത്തിയാണോ എന്ന് പോലും അറിയാതെ അവരെ കടന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞത് ഇന്ന് എത്രയോ വാർത്തകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലയോ. മകനെ കള്ളു കുടിച്ച് ലഹരി നുണന്ന് വീട്ടിൽ വന്നുകൊണ്ട് മാതാവിനെ കയറി പിടിച്ചതാകുന്ന വാർത്തകൾ കേൾക്കുന്നില്ലയോ? സ്വന്തം സഹോദരിയെ മാസങ്ങളായി പീഡിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നില്ലയോ? സ്വന്തം വാപ്പ തന്നെ സ്വന്തം മകളെ വർഷങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുത അവൾ ഗർഭിണിയായപ്പോ ലോകത്ത് വെളിപ്പെട്ടത് ഈ സമൂഹം ദൃക്സാക്ഷിയല്ലയോ? രണ്ടാനച്ഛൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളെ ഗർഭിണിയാക്കിയ കഥകൾ നാം കണ്ടില്ലയോ? ആദരവായ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഫമൻ ശരിബഹാ വകഅലാ ഉമ്മിഹി വഅലാ ഖാലതിഹി വഅലാ അമ്മതിഹി. ഈ മദ്യം നുകർന്നാൽ, ലഹരി നുടഞ്ഞാൽ സ്വന്തം മാതാവിനെയും സ്വന്തം വാപ്പയുടെ സഹോദരിയെയും സ്വന്തം ഉമ്മാന്റെ അനുജത്തിയെയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരെയെല്ലാം ക്രൂരമായി പീഡിപ്പിക്കാൻ ഈ സ്വബോധം നഷ്ടപ്പെട്ടതാകുന്ന ലഹരിയിലൂടെ സാധ്യമാകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പായെ കയറി പിടിക്കും, ഉമ്മയെ കയറി പിടിക്കും, സഹോദരിയെ പിടിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നത്തെ തലമുറയിൽ കാണുന്നില്ലേ റസൂലുള്ളാഹി പറഞ്ഞത് എത്ര ശരിയാണ്. രണ്ട് ഹദീസ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരെങ്കിലും ലഹരി നുണയുന്നവർ കുരുപ്പിനാമ്പാറയുടെ മലമുകളിൽ വസിക്കുന്നവരുണ്ട് എങ്കിൽ തൗബ ചെയ്യാൻ വേണ്ടി 2 ഹദീസ് ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ കേട്ടോ. ലഹരി എന്ന് പറഞ്ഞാൽ കള്ള് മാത്രമല്ല, ഖംർ എന്ന പദമാണ് ഖുർആൻ പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിക്കണം. ഖംർ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم മുൻതഹൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ ഘട്ടം ഘട്ടമായി നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറക്കുകയാണ്. അവസാനമായി ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായപ്പോ, വഴക്കുണ്ടായപ്പോൾ, പ്രശ്നമുണ്ടായപ്പോ ആദരവായ പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ബയ്യിൻ ലനാ ഷാഫിയൻ കാഫിയൻ ഫിൽ ഖംരി യാ അല്ലാഹ്.
മദ്യത്തിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു തീർപ്പ് നൽകണേ അല്ലാ. അത് ഹറാമാണെങ്കിൽ പരിപൂർണമായി നിഷിദ്ധമാക്കി തരണേ അല്ലാ. ആദരവായ പ്രവാചകനെ പ്രാർത്ഥിച്ച് തീരേണ്ട താമസം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ നിരോധനത്തിന്റെ ആയത്ത് ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം. എല്ലാ കോൽക്കളികൾ കൊണ്ടുള്ളതാകുന്ന പ്രശ്നങ്ങളും, എല്ലാ കമ്പുകൾ കോലുകൾ കൊണ്ടുള്ള പ്രശ്നം വെക്കലുകളും പ്രതിഷ്ഠകളും, എല്ലാ തരത്തിലുള്ളതാകുന്ന ചൂതാട്ടങ്ങളും, ഇത്തരത്തിലുള്ളതാകുന്ന ലഹരി ഉപയോഗവും എല്ലാം പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ടതാണ്. അത് പിശാചിന്റെ വക്താക്കളുടെ നടപടിക്രമങ്ങളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നവൻ ആരുടെ പിടിയിലാണ്? പിശാചിന്റെ പിടിയിലാണ്. അല്ലാഹു പറയാണ്, റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ദുർവൃത്തിയാണ്. ഖുർആനാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ ഖുർആൻ പ്രയോഗിച്ചത് ഖംർ എന്ന പദമാണ്. ഖംർ, ഇന്നമൽ ഖംർ. ഖംർ എന്ന് പറഞ്ഞാൽ മറക്കുക. കുല്ലു മുഖമ്മരിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ ശഫീഉന റസൂലുള്ളാഹി. എല്ലാ സ്വബോധത്തെ മറക്കുന്ന സാധനവും അത് ലഹരിയാണ്. എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. ഹബീബ് റസൂലുള്ളാഹി. സ്വബോധത്തെ മറക്കുക, ബുദ്ധിയെ മറക്കുന്ന എന്ത് സാധനവും, ഏത് സാധനമാണോ അത് ചിലപ്പോൾ സിഗരറ്റ് കൊണ്ടുണ്ടാവാം. സിഗരറ്റ് പോലത്തെ സാധനത്തിൽ കഞ്ചാവ് ഐറ്റം കയറ്റിയിട്ട് ചുരുട്ടി വെച്ചിട്ട് വലിച്ചിട്ട് തലയ്ക്ക് സ്വബോധം നഷ്ടപ്പെടലുണ്ടാകാം. കാണുമ്പോൾ സിഗരറ്റാണ്. അല്ലെങ്കിൽ ഹശീഷിലൂടെ ഉണ്ടാകാം, അല്ലെങ്കിൽ LSD പോലത്തെ സാധനങ്ങൾ ഉണ്ടാകാം, MDMA പോലെ നിരോധിക്കപ്പെട്ടതാകുന്ന സാധനങ്ങൾ ഉണ്ടാകാം, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾക്കുണ്ടാകാം. ഏത് സാധനമാകട്ടെ, ബ്രൗൺ ഷുഗർ ആകട്ടെ, മറ്റു മയക്കുമരുന്നുകളാകട്ടെ, ഏത് സാധനമായിരുന്നാലും നിന്റെ സ്വബോധം ഇല്ലാതാക്കുന്നുണ്ടോ, ബോധം ഇല്ലാതാക്കുന്നുണ്ടോ എങ്കിൽ അത് പാടില്ല. മുഹമ്മരിൻ മുസ്കിറുൻ, സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്നതൊക്കെ എന്താണ്? ലഹരിയാണ്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാണ്, ഹറാമാണ്. ഹബീബ് റസൂലുള്ളാഹി ആ പദമാണ് അവിടെ പറഞ്ഞത്. ഇന്നമൽ ഖംറു, അല്ലാതെ മദ്യമൊന്നല്ല. ആണ് മനസ്സിലാക്കുന്നത്. പിന്നെ അക്കാലഘട്ടത്തിൽ മദ്യമാണ് സുലഭം. മദ്യത്തെക്കാളൊക്കെ വളരെ വീര്യം കൂടിഞ്ഞിട്ടുള്ള വീഞ്ഞുണ്ട്. ഇന്നും പല പേരുകളിലാണ് പല സാധനം ഇറങ്ങുന്നത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലയശ്രിബന്ന, തീർച്ചയായും കുടിക്കും, അല ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേൽ കുടിച്ചു തീർക്കും ചില ആളുകൾ. യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹാ, ലയശ്രിബന്നൽ ഖംറ യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹാ. എന്നിട്ട് അവർ പേര് വെക്കും, അതിന്റെ യഥാർത്ഥ പേരല്ല. യഥാർത്ഥ പേരൊക്കെ മാറ്റിയിട്ട് അവന് ഇഷ്ടമുള്ള പേര്, വെറൈറ്റി പേരുകൾ ഇടുക. എന്നിട്ട് പറയും, ഉസ്താദേ, ഉസ്താദ് ഉദ്ദേശിക്കുന്ന സാധനമല്ല, വിത്തൗട്ട് ആൽക്കഹോളാണ്, 2 എണ്ണം അടിച്ചാൽ നല്ല റാഹ കിട്ടും, നല്ല ബലം കിട്ടും, ഉസ്താദ് വേണ്ട 2 ഔൺസ് എടുത്തോ എന്ന് പറയാണ്. അതിന് വേണ്ട കൊടുക്കുക, കാര്യമായിട്ട് ഹദിയ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് വെറൈറ്റി സാധനമാണ്. ഇത് വിത്തൗട്ട് ആൽക്കഹോൾ ആണ്. കണ്ട, ഇതിൽ എഴുതിയിരിക്കുന്ന കണ്ട, ഇത് കുടിച്ചു നോക്ക്, നല്ല സാധനം, നല്ല സ്വയംഭൻ ഐറ്റം. കുടിച്ചു കഴിഞ്ഞാൽ നല്ല റാഹത്താണ്, നല്ല ആരോഗ്യം കിട്ടും. അതൊക്കെ പറയാം, നല്ല ഉഷാറ്. അല്ലാഹു ഉള്ളത് മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ സാധനം അടിച്ചിട്ട് വേണ്ട. തങ്ങൾ പറയാൻ, അതിന്റെ യഥാർത്ഥ നാമത്തെ മാറ്റിമറിച്ചിട്ട് ഇഷ്ടമുള്ള നാമങ്ങൾ, പല പേരുകളിലും അറിയപ്പെടുന്ന പല ബ്രാൻഡുകളും ഉണ്ടാകും. അവസാന കാലഘട്ടം ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? എത്ര സൈസാണ്? ഒരു 3 എണ്ണത്തിന്റെ പേര് പറയാം. ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പഠിക്കണം കേട്ടോ. 2 എണ്ണത്തിന്റെ പേരെങ്കിലും പഠിച്ചു. ഒന്നും അറിയാൻ മേല, ബ്രാൻഡ് അറിയാൻ മേല, ഒരു പേരും അറിയാൻ മേല. ആയിക്കോട്ടെ. അപ്പൊ നല്ല സ്വാലിഹീങ്ങളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ സാലിഹീങ്ങളിൽ നിന്ന് വേണം മദ്രസയ്ക്ക് കാശ്. അതാണ് നമുക്ക് ആവശ്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ സാലിഹീങ്ങളുടെ പൈസ മതി നമുക്ക്. അതുകൊണ്ടാണ് മദ്രസയ്ക്ക് കാശ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആരും അറിയാത്തോണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ചോദിച്ചാൽ വേണേ 10 പേര് പറഞ്ഞു തരും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, അതൊന്നും അങ്ങനത്തെ അഹ്ലുകാരല്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ അത്തരത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, മദ്യം മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ LSD,
4 മണിക്കൂറൊക്കെയാണ് അതിന്റെ ഉന്മാദം നിൽക്കുക. നാക്കിന്റെ അടിയിൽ വെച്ച ചെറിയ ഗുളിക രൂപത്തില് MDMA, അതും അത്തരത്തിലുള്ള സാധനമാണ്. ചെറിയ സ്റ്റാമ്പ് രൂപത്തിലുള്ള ഐറ്റം നാക്കിന്റെ അടിയിലേക്ക് വെച്ചാൽ 16 മണിക്കൂറൊക്കെ നിർത്താതെ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കും. നല്ല ഡിസ്കോ, നല്ല ബ്രേക്ക്, DJ പാട്ടിട്ട് കൊടുത്തായി തുള്ളിക്കൊണ്ടിരിക്കും. 16 മണിക്കൂർ ഒറ്റയടിക്ക്. ആർക്കും ഒരു ക്ഷീണം ഉണ്ടാവൂല, അത്ര കിക്കാണ് ഐറ്റം. 2-3 ദിവസം വരെ അതിന്റെ എഫക്റ്റ് നീണ്ടു നിൽക്കും. അങ്ങനത്തെ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ വല്ലാതെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. എവിടെ? നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ കൊച്ചി കേന്ദ്രമായിട്ട് എത്ര വിഷയം 1500 കോടിയുടെ ലഹരി ഉൽപ്പന്നയിലെ ഈ കഴിഞ്ഞ ആഴ്ച എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചത്. അതായത് അമേരിക്കയിലെ കഥയല്ലേ ഈ പറയുന്നത്, നമ്മുടെ നാട്ടിലെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഓർക്കുന്ന ഈ സാധനമൊന്നും എവിടെ നിന്നും വിറ്റഴിക്കപ്പെടുന്നില്ല. ഗ്രാമത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സമൂഹമേ, സമുദായമേ, ഉണരുക. നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതയുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം, ശ്രദ്ധിക്കണം. മഹല്ലുക കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കണം, നാട്ടുകാര് ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട യുവാക്കൾ, മുതിർന്നവരാകുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ നല്ല ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ പറ്റി. പുതിയ തലമുറ 5ാം ക്ലാസ്സിലും 10ലും +1ലും ഒക്കെ പഠിക്കുന്ന മക്കൾ ഇത് വിൽപ്പന നടത്തുകയും ഈ സാധനം മടിയിൽ സൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയും പോകുന്ന വാഹനങ്ങളിലും അല്ലാത്തപ്പോഴുമൊക്കെ ഇത് ചവച്ചരച്ച് തിന്നുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്ന സമൂഹമായി ഇന്നത്തെ തലമുറ മാറിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر. തീർച്ചയായും ഈ മദ്യപാനത്തിലൂടെ, ഈ ലഹരി ഉപയോഗത്തിലൂടെ ഖുർആൻ ഓതിക്കൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, പിശാച് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം എന്തെന്നറിയുമോ? ജനങ്ങളോട് വല്ലാത്ത ദേഷ്യമാണ്. അൽ അദാവത്ത വൽ ബഗ്ളാ. ഈ ലഹരി ഉപയോഗിക്കുന്ന മക്കളുടെ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് 2 കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന്, എപ്പോഴും ദേഷ്യം. രണ്ടാമത്തത് വൽ അദാവ, ശത്രുതാ മനോഭാവം. ഖുർആനാണ് ഈ പറഞ്ഞത്. വാപ്പയും ഉമ്മയും സഹോദരങ്ങൾ എല്ലാവരെയും ശത്രുവായിട്ട് കാണുക. വേണ്ടി വന്നാൽ വേണേ വെട്ടിക്കൊന്നേക്കും. അതാണ് അവന്റെ ഒരു മനസ്സിന്റെ രീതി. അതാണ് ആ രീതിക്കാകാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء. പിശാച് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലൂടെ, കള്ളുകുടിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കാനാണ് ശത്രുതയും അവർക്കിടയിൽ കോപവും ഉണ്ടാക്കി തീർക്കാനാണ് പിശാച് ഈ മദ്യപാനത്തിലൂടെ, ലഹരി ഉപയോഗത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. കൊല ചെയ്യാനുള്ള മനോഭാവം. അതുകൊണ്ടല്ലേ ചെറിയ മക്കള് മദ്യം നുകരുന്ന, ലഹരി നുണയുന്ന മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മക്കൾ 10 മണിക്കൂറൊക്കെ റൂമിൽ കഥ കടച്ചിരിക്കാൻ ലാപ്ടോപ്പ് വാങ്ങിച്ച് വാപ്പ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം, ഓഫ്ലൈൻ ആയാലും ചില ഓൺലൈൻ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നു. ശനിയാഴ്ചയും മറ്റനുബന്ധ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് റൂം അടച്ചിട്ട് റൂമിൽ നിലകൊള്ളുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ 4-5 മണിക്കൂറായി കഥ കടച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മകളെ ചെന്നുകൊണ്ട് വിളിക്കുന്നതാകുന്ന രക്ഷിതാവിന്റെ മുന്നിൽ ദേഷ്യത്തോടുകൂടി, ക്രോധത്തോടുകൂടി ഇടപെടുന്ന മക്കൾ. വാപ്പാടി ചോദിക്കുന്നതാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അത് കേട്ടപ്പോ. അതാണ് ഇങ്ങനെയാണ് മക്കൾ ഇടപെടുന്നത്. ഉമ്മാട് ചോദിക്കണം. ഉമ്മാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പറയണ്ട, ചീത്തവിളിയോടെ ചീത്തവിളിയാണ്. ഉമ്മ 2 ചെവിയും പൊത്തി പഴയ കാലഘട്ടത്തിൽ ഖുർആൻ ഓതിയിരുന്നപ്പോൾ ആളുകൾ പോയതുപോലെയാണ് പിന്നെ റൂമിൽ നിന്ന് പോകുന്നത്. അതാണ് അവസ്ഥ. മക്കൾ എവിടെ പറഞ്ഞനുസരിക്കുന്നത്? അല്ല കുഴിമന്തിയോ കിഴിപൊറോട്ടായോ വല്ല ഐറ്റം ഉണ്ടെങ്കിൽ, നെഹദി മന്തി വല്ലതും ഉണ്ടെങ്കിൽ അല്ലാഹ് വരാം, സൂഫി മന്തി ഇറങ്ങി വരും. അല്ലെങ്കിൽ ആ വഴിക്ക് വരൂല. കഴിക്കാൻ വല്ല ഉണ്ടെങ്കിൽ അതും അവന് ഇഷ്ടപ്പെടുന്ന സമയത്ത് വരുള്ളൂ. രക്ഷിതാക്കളിൽ പലരും പറയുന്നതാകുന്ന പ്രശ്നം, ഉസ്താദേ എന്റെ മകനെ ഞാൻ ഇന്ന സ്ഥലത്ത് വിട്ടു, പഠിക്കാൻ വേണ്ടി വിട്ടതാണ്. ബാംഗ്ലൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ചിട്ട് എഞ്ചിനീയർ പഠിക്കുന്ന മകൻ, MBBS പഠിക്കുന്ന മകൻ വീട്ടിലെത്തിയപ്പം മെലിഞ്ഞ ഒട്ടകത്തിന്റെ കഥ ഉസ്താദ് പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ അവസ്ഥയാണ് എന്റെ മകനുള്ളത്. മെലിഞ്ഞിരിക്കുന്നു. അവന് ഞാൻ നല്ല മന്തി വെച്ചു കൊടുത്തു, ദിവസങ്ങൾ കൊണ്ടാണൊന്ന് പുഷ്ടിപ്പെടുത്താൻ നോക്കുന്നത്, ശരിയാകുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഹോസ്റ്റലിൽ പോയിട്ട് ഹുക്ക വലിക്കുകയാണ്, സാധനം അടിച്ച് കിറുകിയിരിക്കുകയാണ്, നെഞ്ച് മുഴുവൻ
മറ്റേ സാധനാണ്. കഞ്ചാവ് അടിക്കുന്നവൻ മെലിയും, അതാദ്യം പഠിച്ചു. കഞ്ചാവ് അടിക്കുന്നവനും ലഹരി പഠിക്കുന്നവനും ഒക്കെ മെലിയും. മക്കളിൽ പല ആളുകളും അത്തരത്തിൽ ശാരീരികമാകുന്ന മെരിച്ചിലുണ്ടാകുമ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങൾ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഇല്ലാത്ത പാവപ്പെട്ടതാകുന്ന പഴഞ്ചനഹലുകാർ നിങ്ങളെ പറ്റിക്കാൻ ഈ സമൂഹത്തിലെ നവജാതികളാകുന്ന പ്രിയപ്പെട്ടതാകുന്ന നവീനരാകുന്ന മക്കൾക്ക് സാധിക്കും. അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാടെ കയ്യിലോട്ട് മൊബൈൽ കൊടുക്കാൻ, എന്റെ മൊബൈൽ ചെക്ക് ചെയ്തു, അപ്പൊ ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. ഉമ്മ പറയും എന്തോ നമ്മളെ കുട്ടികൾക്ക് ഒന്നുമില്ല കേട്ടോ, ഒരു പാട്ടെങ്കിലും കെട്ടി കൊടുക്കണം, ഒന്നുമില്ല. ഇപ്പം വേറെ ആപ്പ് വെച്ചിട്ട് വാപ്പാക്കിട്ട് ആപ്പാണ്, വേറെ ആപ്പിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനത്തെ ആപ്പുകളുണ്ട്. അത് വാപ്പാക്ക് ഒരു ആപ്പായി മാറി. അള്ളാഹു ആക്കട്ടെ. വാപ്പ കിടന്ന് തപ്പാണ്, മൊത്തം തപ്പിയിട്ട് എവിടെ കിട്ടാൻ. അതിനകത്തുള്ള എങ്ങാണം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ മരിച്ചു. വേഗം കബർ കുത്തിയിട്ട് വേണം അപ്പയെ കാണിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് നമ്മുടെ ലോകം. ഇതൊന്നും അറിയുന്നില്ല, ഇന്നത്തെ തലമുറ അറിയുന്നില്ല. എല്ലാവർക്കും അവരുടെ മക്കളോ അള്ളാഹു എന്നു വലിയ സംഭവം. ഈ പറയുന്ന ഉസ്താദേ എന്റെ മക്കളെ കുറിച്ചല്ല എന്ന് ധരിക്കുന്നവരെ നിങ്ങളെ കുറിച്ച് തന്നെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാനാണ് ഈ പറയുന്നത്. നമ്മുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇത് ലോകം മോശപ്പെട്ട ലോകമാണ്. 100-ൽ 46% വിദ്യാർത്ഥികളും ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നു. പുതിയ കണക്കാണ് 46%. ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പുകയില ഉൽപ്പന്നങ്ങളിൽ 16% ഉപയോഗിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. കേരളം സാക്ഷരതയിൽ ഒന്നാമതാണ്, ആരോഗ്യരംഗത്ത് ഒന്നാമതാണ്. എന്നാൽ അതേപോലെ തന്നെ ലഹരി ഉപയോഗത്തിലും ഒന്നാമതാണ്. മനസ്സിലാക്കണം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലഹരി ഉപയോഗത്തിലും കേരളം ഒന്നാമതാണ്. അതാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹരിയാനയും പഞ്ചാബിനെയും ഒക്കെ കടത്തി വെട്ടി ഈ വിഷയത്തിൽ. നമ്മൾ മറ്റുള്ളതാകുന്ന ബംഗാളികളൊക്കെ ഇവിടെ വന്നിട്ട് മറ്റേ മുറുക്കാൻ ചവയ്ക്കുമ്പോൾ കാണുമ്പോൾ യുവന്മാരാണ് പെരുമ്പാവൂർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് മൊത്തം യുവന്മാര് തന്നെ. യുവന്മാർ ഈ ചവയ്ക്കുന്ന പോലെ ലോകത്താരും ചവയ്ക്കുന്നില്ല. എന്നാൽ മനസ്സിലാക്കിയോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ നമ്മുടെ മക്കളെ ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കും. ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായി പഠിപ്പിച്ചതാണ് വയക്സുറു ശുർബുൽ ഖമരി. അവസാന കാലഘട്ടമാകുമ്പോൾ കള്ളുകൂടി അധികരിക്കും സ്വഹാബ, കള്ളുകൂടി വല്ലാതെ അധികരിക്കും സ്വഹാബ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, മൻശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ ഈമാൻ, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഈമാൻ, മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഏറ്റവും കാതലല്ലയോ അവന്റെ വിശ്വാസം. ആ ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടി 5 വഖ്ത് നമസ്കാരങ്ങളിലൂടെ 17 പ്രാവശ്യം നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ അടിയുറപ്പിക്കണേ അല്ലാ. ചോദിച്ചു വാങ്ങിയതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ആ ഈമാൻ ഊരപ്പെട്ടു പോകുമേ. മൻശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഇട്ടിരിക്കുന്ന ഖമീസ് തലവഴി ഊരിയിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഹകദാ, ഇപ്രകാരം തലവഴി ഊരപ്പെട്ടു പോകുമേ ഈമാൻ. അല്ലാഹു നൽകിപ്പെട്ടിരിക്കുന്നതായ ഈമാൻ, പടച്ചറബ് നൽകിയിരിക്കുന്ന വിശ്വാസം, അത് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുമേ. കള്ള് കുടിക്കുന്നവനിൽ നിന്നൊന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആദരമായ പ്രവാചകനെ പറയുകയാണ്, മൻ ശരിബൽ ഖമറ ബിന്നഹാർ വല്ല മുശ്രികാ വമൻ ശരിബൽ ഖമറ ബില്ലൈലി ബാത മുശ്രികാ. ആരൊരുവനെ പകൽ മദ്യപാനിയായോ രാവിലെ തന്നെ ബീവറേജിന്റെ മുന്നിൽ കൈവറച്ചുകൊണ്ട് കള്ളു കുടിക്കാതെ വയ്യ എന്ന് പറഞ്ഞ് ബീവറേജിന്റെ മുന്നിൽ മണിക്കൂറുകളോളം കടകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനം പിടിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, കൗമാരപ്രായത്തിലുള്ള സഹോദരങ്ങളുണ്ട്. നഊദു ബില്ലാഹ്,
എവിടെയാണ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത്? ഓണത്തിനും ക്രിസ്മസിനും എന്ന് വേണ്ട ന്യൂ ഇയറിന്റെ രാവുകളിലുമൊക്കെ ആഘോഷത്തിൽ മുഖപ്പെടാൻ വേണ്ടി കള്ളു കുടിക്കാൻ വേണ്ടി തുനിയുന്ന ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, പകലിൽ മദ്യപിക്കുന്നവനെ നീ കാഫിറായി എന്നുള്ള വസ്തുത അറിയാതെ പോകരുത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വമൻ ശരിബൽ ഖമറ ബില്ലൈൽ ബാത മുശ്രികാ. രാത്രിയിൽ ആരോരും അറിയാതെ കൂട്ടുകാരും ഒന്നിച്ച് ഏതെങ്കിലും കടകളുടെ പിന്നാമ്പുറങ്ങളിൽ ഇരുന്നുകൊണ്ട് വട്ടമിട്ടിരുന്നുകൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് കള്ളു മോന്തുന്നവരെ, ലഹരി നുണയുന്ന ചെറുപ്പക്കാരാ, ഇഞ്ചക്ഷൻ വെക്കുന്ന ചെറുപ്പക്കാരാ, സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്നുകൾ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന കലാലയങ്ങളിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന പെങ്ങളെ, താമസിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. നീ രാത്രിയിൽ കറന്നുറങ്ങുന്നത് കാഫിറായിട്ടാണ് പോകുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല റസൂലുള്ളാഹി പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖമറ. ആരൊരുവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുണ്ടോ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, അവിടുത്തെ വിചാരണയെ കുറിച്ച് ഓർമ്മമുള്ള സഹോദരിമാരുണ്ടോ, ഫലാ യശ്റബിൽ ഖമറ. ലഹരി നുണയരുതേ, കുടിക്കരുതേ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ, ഫലാ യഖുദു അലാ മഇദത്തിൻ യുശറബു ഫീഹൽ ഖമറു. കള്ളു ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ബാർ ഹോട്ടലിലേക്ക് നീ പോകരുതേ, ഇരിക്കരുതേ. ഉസ്താദേ, ഞാൻ പോയത് കൂട്ടുകാർക്ക് ഒരുമിച്ച് ഒരു നേരം ഒരു വട്ടമിട്ടിരിക്കാൻ വേണ്ടിയാണ്, കുടിക്കാൻ വേണ്ടി പോയതല്ല. അവരോടൊപ്പം വെറുതെ പോയെന്ന് ചോദിച്ചായതുള്ളൂ. ഞാൻ കുടിക്കലില്ല, ഇന്ന് വരെ കുടിച്ചിട്ടുമില്ല. പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. റസൂലുള്ളാഹിയുടെ വാക്കാണ്, ഫലാ യജ്ലിസ് അലാ മായിദത്തിൻ യുശറബു ഫീഹൽ ഖമറു. കള്ള് ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ബാർ ഹോട്ടലിലേക്ക് പോകരുതേ. എത്രയോ യൂട്യൂബ് ചാനൽ വഴി ഇന്ന് ഷാപ്പിലെ കറി പ്രസിദ്ധമാണ്. ഷാപ്പിൽ നല്ല കുടംപുളിയിട്ടതാകുന്ന കറിയുണ്ട്, മീൻ കറിയുണ്ട്, വറ്റിവരച്ചതാകുന്ന നല്ല മുളകിട്ടതാകുന്ന മട്ടനുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ഹോട്ടലുകൾ പോയി ഞാൻ ആ കറി വാങ്ങാനാണ് പോയത് എന്ന് പറയരുതേ മുസ്ലിമേ. അത്തരത്തിലുള്ള ഷാപ്പുകളിലേക്ക് പോകലും ആ കറി വാങ്ങി നീ ഭുജിക്കലും അത് ഹറാമാണ്. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് ചാനലിലൂടെ ഷാപ്പിലക്കറി പ്രസിദ്ധമാണെന്ന് പറഞ്ഞ് പ്രസിദ്ധിപ്പെടുത്തുമ്പോൾ കുടിക്കാൻ പോകുന്നത് മുസ്ലിം സഹോദരിമാരാണ്, കുടിക്കാൻ പോകുന്നത് തട്ടമിട്ട മംഗമാരാണ്, കുടിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരാണ്. ഞങ്ങൾ കള്ളു കുടിച്ചില്ല ഉസ്താദേ, ഞങ്ങൾ കുമരകം ഷാപ്പിൽ പോയിട്ട് കേവലം മീൻകറിയാണ് കഴിച്ചത്, നല്ല കരിമീനിന്റെ ഫ്രൈ ആണ് കഴിച്ചത്, ഇന്ന ചാനലിലൂടെ കേട്ട അറിവാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകരുതേ. അത്തരത്തിൽ കള്ള് വിതരണം ചെയ്യപ്പെടുന്നതായ സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത്, ഇരിക്കരുതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്. നല്ല കുടംപുളി ഇട്ട സാധനമുണ്ട്, സാധനം വേണമെങ്കിൽ 2 പീസ് വേണം, നല്ല സാധനമാണ്. ഇതാണ് നമ്മുടെ കൗമ്. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. അവിടെ പോയി അടിക്കുക ഈ ഐറ്റം. വീട്ടിലൊന്നും ഒരു സാധനം വെക്കൂല, ഒക്കെ കടയെന്ന്. എന്നിട്ട് അസുഖങ്ങൾ പിടിച്ചിട്ട് വേഗം മയ്യത്താകുക. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. അതാണിപ്പോ അവസ്ഥ. മാരകമാകുന്ന ക്യാൻസർ, ഫാസ്റ്റ് ഫുഡ്, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ചെറുതല്ല. ഇന്ന് സമൂഹത്തിൽ എത്രയോ ആളുകൾ, മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ രോഗികളാണ്. ഹോസ്പിറ്റലുകൾ തോറും കിടക്കാൻ നമ്മുടെ കൗമാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട്? ഫാസ്റ്റ് ഫുഡ്. വീട്ടിലൊന്നും വെക്കൂല, അനങ്ങൂല. അല്ലാഹു എല്ലാവരും അല്ല, ചിലരുടെ കാര്യം അവര് റെഡിയാകാനാണല്ലോ വാഴുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണ്ട, പുറത്തുനിന്ന് വാങ്ങണ്ട. ഇപ്പൊ പത്തിരിയുടെ ഒക്കെ മിഷീൻ തുടങ്ങിയപ്പോ പിന്നെ എല്ലാവരും പത്തിരി അവിടുന്ന്. ഇന്ന് അൽത്താഫിന്റെ അവിടെ വീട്ടിലായിരുന്നു ഫുഡ്. അൽത്താഫു അൻഷാദ് അല്ലേ, അങ്ങനെയല്ലേ ഓർമ്മ? അർഷദ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പത്തിരി കുറെ സാധനമുണ്ട്. ലൈവിലാണ് പറയണ്ട, ലൈവിലുള്ള ഒരു കൊതി വിടും. നിങ്ങൾ കൊതി വിടില്ല എന്നറിയും. നല്ല തേങ്ങാച്ചോറ്, പിന്നെ ബീഫ്, ചിക്കൻ കറി, നാടൻ ചിക്കൻ അല്ലാത്ത ചിക്കൻ, പൊരിച്ചതും കരിച്ചതും ഒക്കെ വേറെ, പിന്നെ അതല്ലാതെ ഇടിയപ്പം, പത്തിരിക, പല സൈസ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാധുമാർ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, സാധുമാരും ഒക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ.
അള്ളാഹു കുടുംബത്തിൽ ബറക്കത്ത് നൽകട്ടെ. എന്തായാലും ആമീൻ പറയാൻ മടി, ഉറക്കെ പറയാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സാധാരണ അങ്ങനെയല്ല, എല്ലാ സാധനം കടയിൽ നിന്ന് വാങ്ങുകയാണ്. ഒരു കറി മാത്രം ഇവിടെ വെക്കും, അല്ലെങ്കിൽ അച്ചാറ് മാത്രം. അച്ചാറ് തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ഐറ്റം എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇപ്പം എല്ലാം മെഷീൻ സമ്പ്രദായം ഒക്കെ മടിയായിപ്പോയി. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ പലതാണ്. നടുവിന് വേദന, അവിടെ വേദന, എന്താ സംഭവം? നേരെ നമ്മളെ ആരോഗ്യമില്ല, അത് വേറെ വിഷയം. ആരോഗ്യ സംരക്ഷണം വിശുദ്ധ ഇസ്ലാമിൽ മറ്റൊരു വിഷയം വെക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്ക്, നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്ക്. മക്കൾ എന്താണ് കഴിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, എവിടെയാണ് അവന്റെ കൂട്ടുകാര്, എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്, ഏത് സമയത്താണ് അവൻ പോയത്, എത്ര മണിക്ക് മദ്രസയിൽ പോയി, എപ്പോഴാണ് തിരിച്ചു വരുന്നത്. മക്കളെ എല്ലാവരെയും ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ഇണകളിൽ ചിലർ, നിങ്ങളുടെ മക്കളിൽ ചിലർ നിങ്ങളുടെ ശത്രുക്കളാണ്. വിശുദ്ധ ഖുർആൻ മക്കളിൽ ചിലർ നിങ്ങളുടെ ശത്രുക്കളാണ്. ശരിക്കും ശ്രദ്ധിക്കണം. പറഞ്ഞ എല്ലാരും ശത്രുവാണെന്നല്ല, ചിലപ്പോൾ എല്ലാവരും സാലിഹാകാം, ചിലപ്പോൾ ശത്രുവായേക്കാം. ഒരാൾ ശത്രുവായാൽ മതി, മൊത്തത്തിൽ പ്രശ്നം. ശത്രു എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ സമ്പത്തിന് വേണ്ടി മാത്രമല്ല, നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന മകനായി മാറും. അവിടെയാണ് വിഷയം. ആഖിറത്തിൽ ഈ വാപ്പ എന്നെ കരിക്കാനൊക്കെ പഠിപ്പിച്ചില്ല, പള്ളി വിട്ടില്ല, മദ്രസ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പയുടെ നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ എന്ന് പറയും. ഖുർആനിന്റെ ആയത്തുണ്ട്, ഞാൻ ഈ വാപ്പയുടെ നെഞ്ചത്ത് കയറിയിട്ട് ഒരല്പം ആശ്വാസം കൊള്ളട്ടെ എന്ന് പറയുന്ന മക്കളുണ്ടാകും. അപ്പൊ ആഖിറത്തിൽ നിനക്ക് ശത്രുവായി മാറും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ. ഫഹ്ദറൂഹും, ആ മക്കളെ പ്രത്യേകമായി ഒന്ന് ഗൗനിക്കണമെന്ന് ഖുർആൻ. ഒരുപാട് 10-15 മക്കളുണ്ടെന്ന് പറഞ്ഞ് ഗരിമടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഗുണപ്പെടുന്ന മക്കളുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണം. ഈ മകനെ കൊണ്ട് ഈ മകളെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ റബീഉൽ അവ്വൽ വന്നപ്പോൾ മദ്രസയിലെ പരിപാടികൾ നമ്മുടെ മക്കളെ പങ്കെടുപ്പിച്ചു. പ്രവാചകന്റെ പ്രകീർത്തനം കൊണ്ടുള്ളതാകുന്ന ഒരു പദ്യം നമ്മുടെ മക്കൾ പാടിയിട്ടുണ്ട്. അതോ ഇപ്പോഴും പാലാപ്പള്ളി തിരുപ്പള്ളിയും പാടി നടക്കുകയാണോ? അതെല്ലാവർക്കും ഹൈഫളാണ്, ഫുള്ള് കാണാപ്പാടം. ഒരു ഫാത്തിഹ മകൻ ഓതുന്നുണ്ട്. ഖുർആൻ പാരായണ മത്സരത്തിൽ മകൻ കയറിയുന്ന നമ്മുടെ മക്കൾക്ക് എത്ര പാട്ടറിയാ? റസൂലുള്ളാഹിയെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് 2 പദ്യം വരുവോ? മക്കള് പാടുവോ? നല്ലൊരു കവിത ചെല്ലോ, ഒരു മദ്ഹിന്റേതാകുന്ന ബൈത്ത് ചെല്ലോ. പരസ്യമായിട്ട് ചെല്ലാൻ എനിക്ക് മടിയാ, എന്നാ രഹസ്യമായിട്ട് ചെല്ലോ. മൂളിപ്പാട്ട് പാടുവല്ലോ നിങ്ങളുടെ മക്കൾ, ഇഷ്ടംപോലെ സിനിമാ പാട്ട് പാടുവല്ലോ, അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയുമല്ലോ. ഖുർആൻ ഓതാനുള്ള നാവ് നമ്മുടെ മക്കൾക്കുണ്ടോ? അനാവശ്യ വർത്തമാനങ്ങൾ പറയാനും അനാവശ്യമാകുന്ന സ്ഥലങ്ങളിൽ കമന്റിടാനും മോശപ്പെട്ടതാകുന്ന സംസ്കാരങ്ങൾക്ക് പിന്നാമ്പുറങ്ങൾ തേടിക്കൊണ്ടു പോകാനും എല്ലാ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന തലത്തിലേക്ക് WW അടിച്ചുകൊണ്ട് നെറ്റിന്റെ കണക്ഷൻ വരുത്തിക്കൊണ്ട് പോകാനും ഒക്കെ നമ്മുടെ മക്കൾക്കറിയാം. എന്നാൽ ഖുർആൻ ഓതാൻ അറിയില്ല, ദിക്ർ ചൊല്ലാൻ അറിയില്ല, മൗലിദ് ഓതാൻ അറിയില്ല, മാല മൗലിദുകളെ എതിർക്കാൻ നമുക്കറിയാം. അല്ലേ? നമ്മുടെ സമൂഹം എവിടെയാണ് നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്? അത് ചിന്തിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും നമ്മുടെ മക്കൾ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത്. ഇവൻ ആഖിറത്തിലേക്ക് എനിക്ക് ഗുണമാണോ എന്നുള്ളത് അവിടെ തിരിയും. പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടേതാകുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ ഗൗനിക്കണേ. അവർ ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ചിലർ നിങ്ങളുടെ ശത്രുക്കളാകാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യമൂതു കഅബിദിൽ ലാത വൽ ഉസ്സാ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവൻ ലാത്തയും ഉസ്സയും ആരാധിച്ചുകൊണ്ട് ചത്തൊടുങ്ങിയതായ മക്കയിലെ മുശ്രിക്കുകളെ പോലെ കാഫിറായി ചത്തുപോകമേ. ഹബീബുനാ റസൂലുള്ളാഹി. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ യാ റസൂലല്ലാഹ്. അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണോ റസൂലേ? സദാസമയത്തും മദ്യപാനിയായി നിലകൊള്ളുന്നവനെ കുറിച്ചാണോ തങ്ങൾ പറഞ്ഞത്? ഹബീബേ, ഹബീബേ, എപ്പോഴും
കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവനാണോ കാഫിറായി ചത്തുപോവുക? അതല്ല, വല്ലപ്പോഴും ചെറിയൊരു സാധനം ഇച്ചിരി ഐറ്റം ഒന്ന് ഇട്ടതോള്ളൂ നാക്കില്, അതിന്റെ പേരിൽ നരകം, അങ്ങനെയുണ്ടോ? അതിന്റെ പേരിൽ ഖബറുൽ ഹിസാബ്, അതിന്റെ പേരിൽ കാഫിറായി ചത്തുപോവുക, അങ്ങനെയുണ്ടോ? അതല്ല, ഫുള്ളായിട്ട് 4 കാല് പറിച്ചു നടക്കുന്നവരുണ്ടല്ലോ, എപ്പോഴും കള്ള്, എപ്പോഴും കഞ്ചാവ്, അവനെ കുറിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അവന്റെ വിധങ്ങൾ പറഞ്ഞില്ല, നിങ്ങളെ കരുതിയതുപോലെ 24 മണിക്കൂറും ലഹരി നുണഞ്ഞു നടക്കേണ്ടതില്ല. ഒരാൾ നല്ല മദ്യപാനിയാകണമെങ്കിൽ നല്ല ആളാണെങ്കിൽ 5-8 വർഷമെങ്കിലും സ്ഥിരമായി മദ്യപിക്കണം, എങ്കിലേ ഉള്ളു മദ്യപാനിയാവുള്ളൂ കള്ള് അടിക്കുന്നവൻ. അതേസമയത്ത് കഞ്ചാവ്, ഇപ്പോഴത്തെ ലഹരി ഐറ്റം, മാരകമാകുന്ന LSD, MDMA, ഈ ഐറ്റം ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മതി. ഒരുപാട് കൊല്ലമൊന്നും പോകണ്ട, 1-2 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ തന്നെ അവൻ അതിന് അഡിക്റ്റാവും, അഡിക്ഷനായി മാറുകയാണ്. പിന്നെ അതിൽ നിന്ന് പോകൂല, പിന്നെ ഇങ്ങനെ വറയ്ക്കും എപ്പോഴും. നമ്മളവർക്ക് തസ്ബീ കിട്ടാത്തതുകൊണ്ടാണ്, ഇപ്പൊ ഫുഡ് കിട്ടാൻ തസ്ബീ ഒന്നും അല്ല, നല്ല വെട്ടരുവ കിട്ടാത്തതുകൊണ്ടാണ്. അത് കിട്ടിയ വാപ്പാടെ തലയ്ക്കും വെട്ടും, എന്നിട്ട് അത് അടിക്കുകയും ചെയ്യും, നല്ല സാധനം കിക്കായിട്ട് അടിച്ചു. അതാണ് അവസ്ഥ. മക്കളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോണം മാതാപിതാക്കൾ. എവിടെയെങ്കിലൊക്കെ വിടുകയാണ്, ദൂരത്തൊക്കെ വിടുകയാണ്, ശരിക്കും കണ്ണെത്താ ദൂരത്ത് വിട്ടിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതാകരുത്. അള്ളാഹു പരിപൂർണമായ കാവൽ നൽകട്ടെ. മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, നമ്മളും ചെല്ലണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ടതാ. പുറത്തിറങ്ങുമ്പോൾ ഏത് കാലാ വെക്കേണ്ടത്? അനക്കയില്ലല്ലോ. ഏത് കാല് പുറത്തിറങ്ങുമ്പോൾ? ഏത് കാല്? വലത്തേക്കാല്, ഇടത്തേക്കാല്, അത് തന്നെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഏത് കാല്? ഇടത്തേക്കാല്. ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും ഒക്കെ അങ്ങനെ തന്നെ. ചിലർക്ക് അവിടെ ഒരു സംശയമുണ്ട്, എന്നിട്ട് ഇങ്ങനെ സംശയത്തിന്റെ പുറത്ത് നിന്ന് അവസാനം അവിടെ നിന്ന് വാതിപ്പടി നിന്നിട്ട് 2 കാലും വെച്ച് ഒറ്റച്ചാട്ടം കൂടും. ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഇടത്തേക്കാല. കാരണം വീട് അഭയകേന്ദ്രമാണ്. വീടും പള്ളിയും എപ്പോ കയറിയാലും വലത് കാല്, ഇറങ്ങുമ്പോ ഇടത് കാല്. അത് ഓർത്താൽ മതി. പള്ളി പോലെ വീട്, അങ്ങനെ കരുതിയാൽ മതി. അത് ഉസ്താദ് പറഞ്ഞ ഇറക്കാം. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ നിൽക്കിയിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് ആ വിഷയത്തിലല്ല, അഭയകേന്ദ്രം എന്ന വിഷയത്തിൽ വീട് പള്ളി പോലെ, അതാണ് പറഞ്ഞത്. നിസ്കരിക്കാനല്ല, നിസ്കരിക്കാൻ പള്ളി പോകണം. ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചാണോ തങ്ങൾ കാഫിറായി ചത്തുപോകുമെന്ന് പറഞ്ഞത്? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ലാ വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ. വർഷങ്ങൾക്ക് ശേഷം ഒരിറ്റ് മദ്യമാണ് കഴിച്ചിട്ടുള്ളത്, ജീവിതത്തിൽ ഒരിക്കേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. തീർന്നില്ല, റസൂലുള്ളാഹി പറയുകയാണ്, ആരൊരുവൻ കള്ളു കുടിക്കുന്നുണ്ടോ, ലം യഖ്ബലില്ലാഹു മിൻഹു 40 സലാത്താ 40 യൗമാ. 40 ദിവസത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നമസ്കാരത്തെ സ്വീകരിക്കില്ല എന്നും ഹബീബായ റസൂലുള്ളാഹി. 40 ദിവസത്തെ നിസ്കാരം തന്നെ അല്ലാഹു സ്വീകരിക്കില്ല. ചിന്തിച്ചു നോക്ക്, ഇതൊക്കെ നിസ്സാരമല്ല ഈ പറയുന്നത്. 40 ദിവസത്തെ നിസ്കാരം, 40 വഖത്തല്ല, 40 ദിവസം. ലം യഖ്ബലില്ലാഹു 40 യൗമാ. 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. 40 ദിവസത്തെ നിസ്കാരം ചെറിയ കാര്യമല്ല. ഡെയിലി മദ്യപിക്കുന്നവനാണെങ്കിൽ പിന്നെ പറയണോ, അവനെപ്പോഴാണ് നിസ്കരിക്കുന്നത്? ഡെയിലി സാധനം അടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളില്ലേ, അഡിക്റ്റായ ആളുകൾ. ആഴ്ചയിൽ ഒരു ദിവസം മദ്യപിക്കുന്നവർ, മാസത്തിൽ മദ്യപിക്കുന്നവർ. നിന്റെ നിസ്കാരത്തിൽ ഒരെണ്ണം റെഡിയാവോ? എവിടെ എത്തിച്ചേരുക? ആകെ നമുക്കുള്ള പിടിവള്ളിയാണ് നിസ്കാരം, വേറെ ഒന്നും കറക്റ്റ് അല്ല. സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? എവിടെ? പിതൃ സക്കാത്തിന് 2.5 കിലോ അരി കൊടുത്തിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ്. സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെ ഒക്കെ സക്കാത്ത് കൊടുക്കാൻ കിടക്കണം, ഒന്നും കൊടുക്കൂല. കച്ചവടത്തിന്റെ സക്കാത്തുണ്ട്, കൊടുക്കൂല. ഒക്കെ പറയുമ്പോൾ തിരിഞ്ഞിരിക്കും. റമദാനിലെ വെള്ളിയാഴ്ച ദിവസം പിന്നെ ജുമായ്ക്ക് തന്നെ പോകൂല. പള്ളിയിലെ മുസ്ലിയാരോട് വെറുപ്പ്. മസലയൊക്കെ കേൾക്കുന്ന തന്നെ ഭയങ്കര വിദ്വേഷം. എനിക്കത് പഠിക്കാൻ തന്നെ മേലെ ഉസ്താദ്, വലിയ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ നടക്കാണ് ഇങ്ങനത്തെ ആളുകൾ.
ആകെ 2.5 കിലോ അരി മാത്രമേ സക്കാത്ത് കഴിഞ്ഞ്. പിന്നെ പെണ്ണുങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയ്ക്ക് 10,000 രൂപയുടെ നോട്ട് ചില്ലറയാക്കിയിട്ട് 10ന്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോൾ ആരെങ്കിലും കൊടുത്തേക്കണം. ഇത് കൊടുക്കും, ചില്ലറ കൊടുക്കും. ചക്കാത്ത് കഴിഞ്ഞു. ഇതാണ് ചക്കാത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ പറയണം വിഷയങ്ങൾ. കാരണം നമ്മൾ ഇന്ന് വരെ ചെയ്ത നന്മകളെല്ലാം ഒന്ന് കൂട്ടിക്കഴിച്ച് നോക്കിയാൽ ഒന്നുമില്ല. ദീനിനു വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ സദക്ക എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ദീനിനു വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ സദക്ക എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? മരിച്ചിപ്പോ ഇന്ന് മരിക്കാൻ, ഈ സെക്കൻഡിൽ നമ്മൾ മരിക്കാൻ, ഞാൻ മരിക്കുന്നല്ല, നമ്മൾ മരിക്കുന്നു. നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും? നിങ്ങൾ തന്നെ ചിന്തിക്കും. സ്വർഗമാണോ നരകമാണോ ചിന്തിക്കും. എന്തായാലും ഈമാനുള്ളവരാണല്ലോ, മോമിനാണല്ലോ, വിശ്വാസിയാണ്, അവരോടാണ് ഈ പറയുന്നത്. ലൈവിൽ ഇരിക്കുന്നതും അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ അവസ്ഥ എന്താ? സ്വർഗമാണോ നരകമാണോ? എല്ലാവർക്കും ഉറപ്പാണ് നരകമാണ്. കാരണം നമ്മൾ സ്വർഗത്തിന് പറ്റിയ ഒരു അമല് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും. പിന്നെ എന്നാലും ചെയ്യാൻ നിൽക്കുന്നത്? സദക്ക ഉണ്ടെങ്കിലും വല്ല നേട്ടമുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരല്പം മദ്യം നുകർന്നിട്ടുണ്ടോ അവനും കാഫിറായി ചത്തുപോകുമേ തൗബ ചെയ്തിട്ടില്ല എങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, അവനെ നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമേ തൗബ ചെയ്തിട്ടില്ല എങ്കിലെന്നും ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ചെറിയ കാര്യമല്ല കള്ളുകൂടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലോകാവസാനത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ്, വയക്സുറു ശുറുബുൽ ഖംരി, കള്ളുകൂടി അധികരിക്കും. അവസാന കാലഘട്ടം വരുമ്പോ ലഹരി അധികരിക്കുമേ. ഒരാൾ മുഅ്മിനാകാൻ ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ട. ഞാൻ ഇന്ന് പറഞ്ഞ 4 ഹദീസുകൾ, കാരണം ഒക്കെ ഈ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കള്ളുകൂടി അതിരിക്കുന്ന പറയാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ ഔട്ട്ലെറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബീവറേജിന് എല്ലാ സൗകര്യങ്ങളും എല്ലാവരും കുടിച്ചോളനാ പറയും. സൗദി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇതിന് പിമ്പലം കൊടുക്കാൻ. ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ അവസാന കാലഘട്ടമായപ്പോഴേ ഏഷ്യാലയങ്ങൾ തുറക്കപ്പെടാൻ പോവാണ് സൗദിയിൽ. അറേബ്യയിലുള്ളവർ ബഹ്റൈനിലോട്ടും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ദുബായിലൊക്കെ പോയിരുന്നവർ ഇനി അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ തുടങ്ങാണ് വേശ്യാലയം എന്ന് പറയാൻ. അവിടെയുള്ള സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, ആയിക്കോട്ടെ. അതിനപ്പുറത്തേക്ക് വ്യഭിചാരശാലകൾ തുറക്കുന്നു, അവിടെ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നു. സൗദി അറേബ്യ എന്ന് പറയുന്ന മഹനീയമായ ഏറ്റവും സുന്ദരമായ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും അമുസ്ലിമീങ്ങളുടേതാകുന്ന മോശപ്പെട്ട പ്രവണതകൾ, അനിതര ഇസ്ലാമികമാകുന്ന പ്രവണതകളുമായി സമൂഹത്തെ മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. കള്ളും കഞ്ചാവും അടിച്ചോ ഒരു കുഴപ്പമില്ല, രഹസ്യമായിരിക്കണം. പരസ്യമായിട്ട് ചെയ്താൽ ചെറിയ പണിയുണ്ട്, അതൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് നിൽക്കും. പക്ഷെ ഇത് എത്രയും കൂടുകയാണ്, സമൂഹത്തിൽ വല്ലാതെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞത് വല്ലാതെ കടന്നു വന്നു. വയക്സുറു ശുറുബുൽ ഖംർ, അവസാന കാലഘട്ടമാകുമ്പോൾ ലഹരിയുടെ ഉപയോഗം അധികരിക്കും. ശരിയല്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. അവർ ക്ലാസ്സിൽ പോകുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ശരിക്കും നിരീക്ഷിക്കണം. സ്കൂളിൽ തന്നെയാണോ പോകുന്നത്? മദ്രസയിലേക്ക് വിടുന്നു, മദ്രസയിൽ തന്നെ പോകുന്നുണ്ടോ? മദ്രസയിൽ പെടുന്നതിനൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എല്ലാ ക്ലാസ്സുകളും നിസ്സാരമല്ല, ഗൗരവം തന്നെയാണ്. പ്രത്യേകിച്ച് താഴെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അവധിയെടുത്ത് ഞായറാഴ്ച ദിവസമൊക്കെ കല്യാണത്തിനൊക്കെ മക്കളെ കൊണ്ടുപോയി അലിഫും ബാവും തിരിയാതെ വന്നാൽ പിന്നെ അവളെ കൂട്ടക്ഷരം വായിക്കൂല. അടുത്ത ക്ലാസ്സിൽ കൊണ്ടിരുത്തിയാൽ ഓതാൻ അറിയാത്ത അവസ്ഥയാവും. ഒരു ഉസ്താദ്മാരെ പഴിചാരിയിട്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ മദ്രസകൾ നിസ്സാരമല്ല എന്ന് പറയുന്നത്. നിസ്സാരമല്ല, വളരെ ഗൗരവത്തിൽ കാണേണ്ട സ്ഥാപനമാണ് മദ്രസ. ഇരിക്കുന്ന ഓരോരുത്തരും ഖുർആൻ ഓതാൻ പഠിച്ചത്, ഒന്നാമത്തെ ജുസു തന്നെ പഠിച്ചത്, അമ്മ ജുസു പൂർത്തിയായി പഠിച്ചത്, ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതാൻ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതുമായ ഉസ്താദുമാർ, അവരോടാണ് ആദ്യമായി നമ്മൾ കടപ്പാട്. മനസ്സിലാക്കണം. കാരണം അവര് സഹിച്ച ത്യാഗം പോലെ ലോകത്തൊരാൾ സഹിച്ചിട്ടില്ല. ചെറിയ ത്യാഗമാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയ്.